അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധനതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ വനജ മോഹനാണ്. തൻ്റെ ജീവിതാനുഭവം അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് ഒരു വേറിട്ട അനുഭവമായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. താൻ കടന്നുപോയതായ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും, കർത്താവിനെ കണ്ടുമുട്ടാനിടയായി തീർന്ന ജീവിത സാഹചര്യങ്ങളും, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ വിധങ്ങളെക്കുറിച്ചും, തൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുത സംഭവങ്ങൾ, ദൈവം വെളിപ്പെടുത്തി കൊടുത്തതായ ഒരുപാട് ദർശനങ്ങളും അതിൻ്റെ ഓർമ്മകളും, ശുശ്രൂഷ തലത്തുണ്ടായിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ അരോമ ടിവിയുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നു. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം ആയിരിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ, സ്കിപ്പ് ചെയ്യാതെ, പ്രാർത്ഥനയോടെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നു, കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ അതിന് മറുപടി തരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. തുടർന്ന് നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ വനജ മോഹനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയുവാൻ അവസരമൊരുക്കുക. എൻ്റെ ദൈവത്തിന് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം അരോമ ടിവിയുടെ പാസ്റ്ററായിരിക്കുന്ന ഡാനിയൽ ജോൺ അവർക്കും ഉള്ള നന്ദിയും കടപ്പാടും ഈ സമയം ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. എൻ്റെ പേര് വനജ മോഹൻ. എൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പാപ്പനംകോട് എന്ന സ്ഥലത്താണ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ പപ്പയുടെ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കാം. എൻ്റെ പപ്പയുടെ നാട് എന്ന് പറയുന്നത് തമിഴ്നാടാണ്. പപ്പ തികച്ചും ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ആടൊക്കെ വെട്ടി കൊടുതി കൊടുക്കുന്ന കുടുംബത്തിലുള്ളവരാണ്. എൻ്റെ പപ്പയുടെ കുടുംബത്തില്, അതായത് പപ്പയുടെ സഹോദരങ്ങള് 3 ദിവസത്തിനിടയിൽ 2 പേര് മരിക്കുവാനിടയായി. അങ്ങനെ അപ്പച്ചനും അമ്മാമ്മയും കൂടെ ബാക്കിയുള്ള മക്കളെയുമായിട്ട് അവർ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കാഞ്ഞിരംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ താമസം ആരംഭിച്ചു. എൻ്റെ അമ്മ ക്രിസ്ത്യാനിയായിരുന്നു. ഇവർ തമിഴ്നാടില് ആരാധിച്ചുകൊണ്ടിരുന്ന മൂർത്തികളെ തന്നെ ഇവിടെയും എൻ്റെ പപ്പ സേവിച്ചുകൊണ്ടിരുന്നു. അതായത് ആ മൂർത്തികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ചോറും ചുട്ട മീനുമാണ് അതിന് കൊടുക്കുന്നത്. ഇത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കൊണ്ട് കൊടുക്കും. ഇത് കഴിച്ചിട്ട് സ്ഥിരം ഇത് കഴിക്കും എന്നാണ് ഇവരുടെ വിശ്വാസം. ഇവർ കൊണ്ടു കൊടുക്കാൻ പോകുന്ന ദിവസത്ത് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതായത് വയറുവേദനയോ, കൈകാലുകൾ കഴച്ചു പോവുക, ശരീരം കുഴഞ്ഞു പോവുക, കഴുത്ത് ഇങ്ങനെ കുഴഞ്ഞ് വീഴുക, ഇങ്ങനെ സ്ഥിരം ഇങ്ങനെ ഒരു പ്രശ്നം നിലനിന്നിരുന്നു. അപ്പോൾ ഇത് സ്ഥിരം ഇങ്ങനെ മനസ്സിലാക്കിയ എൻ്റെ പപ്പ ഒരു ദിവസം അമ്മാമ്മയോട് പറഞ്ഞു, ഇന്ന് ഞാൻ ആഹാരം കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അമ്മാമ്മ നല്ല മീനൊക്കെ ചുട്ട് ചോറുമായിട്ട് എൻ്റെ അപ്പയുടെ കയ്യിൽ കൊടുത്തു വെച്ചു. അപ്പ കൊണ്ടുപോയി അവിടെ കൊണ്ടുവച്ചിട്ട് അപ്പ കഴിച്ചിട്ട് കുറച്ച് പട്ടിയുടെ വേസ്റ്റൊക്കെ കോരി വെച്ചിട്ട് പറഞ്ഞു, ഇനി നിനക്ക് ഇതാണ്, ഇനി ഞങ്ങൾക്ക് നിന്നെ വേണ്ട. കാരണം ഞങ്ങൾ സേവിക്കുന്ന ദൈവങ്ങൾ എന്ന് പറയുന്ന ഞങ്ങളെ സംരക്ഷിക്കേണ്ടവരാണ്, സുഖമാക്കേണ്ടവരാണ്, വിടുവിക്കേണ്ടവരാണ്. ഞങ്ങൾ ഏത് കാലത്ത് നിന്നെ സേവിച്ചു തുടങ്ങും ആ കാലം തൊട്ട് ഞങ്ങളെ ഇങ്ങനെ നിരന്തരം ഉപദ്രവിക്കുകയും
കഷ്ടപ്പെടുത്തുകയും കൊല്ലുകയും ചെയ്യുന്നത് കൊണ്ട് നിന്നെ ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവർ പാടെ അതിനെ ഉപേക്ഷിക്കുകയും അവര് പിന്നെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരികയും ചെയ്തു. എൻ്റെ പപ്പ തികച്ചും ഒരു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരാനുള്ള 2 കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, എൻ്റെ പപ്പയുടെ മക്കള് ഞങ്ങൾ 7 പേരാണ്. അപ്പോ ഈ 7 മക്കളും ഒരു ദിവസം പപ്പ നോക്കുമ്പോൾ എല്ലാവരും ബ്ലഡ് ഛർദ്ദിക്കുകയാണ്. ഈ ബ്ലഡ് ഛർദ്ദിക്കുന്നത് കണ്ട് പപ്പ പേടിച്ചു. കുറച്ച് സമയം കഴിയെ ഇവിടെ ശരീരങ്ങളെല്ലാം വിണ്ട് കീറി ബ്ലഡും പഴുപ്പും കൂടെ ഇങ്ങനെ പോകുന്ന ഒരു അനുഭവമായി. എല്ലാവരെയും പൂവാർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത് ചികിത്സ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഒരു കുറവുണ്ടായില്ല. അങ്ങനെ ഇരിക്കെ പപ്പയ്ക്ക് മന്ത്രവാദത്തെ കുറിച്ച് കൂടുതൽ അറിയത്തുള്ളൂ. അപ്പൊ ആ ഹോസ്പിറ്റലിൽ കിടന്ന ഒരാളോട് മന്ത്രവാദത്തെ കുറിച്ച് ചോദിച്ചു, എന്തൊക്കെയാണ്, ഇവിടെ നല്ല മന്ത്രവാദി ഉണ്ട്, എവിടെ ചെന്നാൽ എൻ്റെ മക്കൾക്ക് ഒരു വിടുതൽ കിട്ടും എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് പറയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നാൽ അടുത്ത ബെഡിൽ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു ആന്റി പറഞ്ഞു, എങ്ങനെ നിങ്ങൾ ഇതിന്റെ പുറകെ പോയാൽ കൊണ്ടാടും കുടിയെ കെടുക്കും, ഒരു കുടുംബം രക്ഷപ്പെടത്തില്ല, നമ്മുടെ ധനം നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെട്ട ഒടുവിൽ നിങ്ങൾ ഒന്നുമല്ലാത്തവരായി മാറും, മക്കളെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ജീവനുള്ള ദൈവത്തെ പോയി സേവിക്കും. ഞാനൊരു പ്രസംഗരെ പരിചയപ്പെടുത്തി തരാം. ജീവനുള്ള ഡെന്നിസം പ്രസംഗർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പോയി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മക്കൾക്കെല്ലാം സുഖം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പപ്പ അദ്ദേഹത്തെ അന്വേഷിച്ചു പോയി. അവിടെ ചെന്നപ്പോ ചോദിച്ചു, ഇളയ കുഞ്ഞിന് സീരിയസ് ആണല്ലേ? അതെ, എനിക്ക് നന്നായിട്ട് സീരിയസ് ആയിരുന്നു, മരിച്ചു പോകും എന്നുള്ള അവസ്ഥയിലാണ് പപ്പ ഓടിയത്. നിങ്ങൾ ചെല്ലുമ്പോ കുഞ്ഞിന് നല്ല സൗഖ്യം ഉണ്ടാകും, ഉള്ള എഴുന്നേറ്റിരുന്ന പപ്പ എനിക്ക് സുഖമുണ്ട് എന്ന് പറഞ്ഞത് നിങ്ങൾ കേൾക്കും. അതുപോലെ എല്ലാവർക്കും വേണ്ടി ശക്തമായിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു. വെള്ളവും വെളിച്ചെണ്ണയൊക്കെ കൊടുത്തയച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, എല്ലാ മക്കളും ഓരോ ദിവസം ചെല്ലുന്തോറും സൗഖ്യം പ്രാപിച്ചു. എല്ലാവരും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എൻ്റെ പപ്പ ചിന്തിച്ചു തുടങ്ങി, ശരിക്കും ഇതിലെന്താണ്, ഏതാണ് ശരി, ഏതാണ് തെറ്റ്? അപ്പോ ശരിക്കും ഇതാണോ ദൈവം എന്ന് ചിന്തിച്ചു. അങ്ങനെ ഇരിക്കെ പപ്പയ്ക്ക് ഒരു അപകടം സംഭവിച്ചു. പപ്പയുടെ തല പിളർക്കുവാനിടയായി. ബ്ലഡ് വാർന്ന് ആരും കണ്ടില്ല. ആ വിളയിൽ കിടക്കുന്ന അവസ്ഥയിൽ ശരിക്കും ആരൊക്കെയോ കണ്ട് പപ്പയെ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച് തന്നെ പപ്പയുടെ ശരിക്കുള്ള ജീവൻ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി തിരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നായി പോലീസ് വന്നു. എല്ലാവരും വന്ന് പപ്പയെ കൊണ്ടുപോയി. 2-3 ദിവസമായിട്ടും പപ്പയുടെ ജീവൻ പോകുന്നുമില്ല. ഇവർക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റുന്നുമില്ല. ശരിക്കുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നുമില്ല. അത്രയ്ക്കും ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്. അപ്പോ എൻ്റെ ചേച്ചി ആരും അറിയാതെ ഏതോ ചർച്ചിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോ ചേച്ചി അപ്പയുടെ അടുത്തിരുന്ന് പറഞ്ഞു, കർത്താവേ, എൻ്റെ പപ്പയുടെ ജീവനെ തിരികെ ലഭിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ പപ്പ ദൈവവേല ചെയ്യും. എൻ്റെ പപ്പയുടെ ജീവനെ തിരികെ തന്നാൽ ഇനി ഞങ്ങൾക്ക് ജോലിയല്ല, എൻ്റെ ദൈവത്തിന്റെ വേല ചെയ്യുമെന്ന് ചേച്ചി ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചു. അതേ സമയത്ത് പപ്പ മരിച്ച അവസ്ഥയിൽ കിടന്ന എൻ്റെ പപ്പ കാണുന്നൊരു ദർശനം, പപ്പയുടെ തലയ്ക്ക് മുകളില് ക്രൂശിതനായ ഒരു രൂപം കിടപ്പുണ്ട്. ആ ക്രൂശിലൂടെ ആ രക്തം ഒഴുകി വന്ന് എൻ്റെ പപ്പയുടെ നെറ്റിത്തടത്തിൽ വീണ് ഇങ്ങനെ തെറിച്ച് പോകുന്നതും പപ്പ കണ്ണ് തുറക്കുന്നതും ഒരുമിച്ചായിരുന്നു. എൻ്റെ അപ്പ പറഞ്ഞു, ഇതാണ് ജീവനുള്ള ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങളെ എല്ലാ മക്കളെയും കൂട്ടി അപ്പ അന്ന് CSI പള്ളി, പപ്പയ്ക്ക് അറിയും, CSI പള്ളിയിൽ പോയി. ഞങ്ങള് എല്ലാവരും CSI ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. വചനം പഠിക്കുകയും ആരാധിക്കുകയും
ഒക്കെ ഭയങ്കര ആരാധന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. എല്ലാവരുടെയും വിവാഹം CSA ബാക്ക്ഗ്രൗണ്ടിലാണ് കഴിഞ്ഞ്. ഇതിനിടയ്ക്ക് എൻ്റെ പപ്പ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. ശക്തനായ ഒരു കൺവെൻഷൻ പ്രാസംഗികനായി, സഭാ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുകയും 85 വയസ്സ് ആകും. കുറച്ച് സമയം പപ്പയ്ക്ക് വിശ്രമമായിരുന്നു. അപ്പോൾ ആ വിശ്രമ സമയത്തും ദൈവവേലയെക്കുറിച്ചും കാര്യങ്ങളൊക്കെ പപ്പ സംസാരിക്കത്തുള്ളൂ. ഒരു ദിവസം ഉച്ചയായപ്പോൾ എൻ്റെ പപ്പയെ കാണണമെന്ന് എനിക്ക് തോന്നി. ഞങ്ങൾ കുടുംബമായി, ഞാനും എൻ്റെ ചേട്ടനും മക്കളുമായിട്ട് എൻ്റെ പപ്പയെ കാണാൻ പോയി. അന്ന് പപ്പ പതിവിൽ കവിഞ്ഞ സന്തോഷത്തിലാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ആള്. ഞാൻ ചെന്നപ്പോൾ പപ്പയോട് സംസാരിച്ചു. പക്ഷേ സംസാരിച്ചപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കരത്തിൽ എൻ്റെ പപ്പ പിടിച്ചു. ആ വയറോട് ചാരിയിരുന്നു. ഒരു കിടരോഗിയായിട്ട് അങ്ങനെയൊന്നും അല്ല എൻ്റെ പപ്പയ്ക്ക്. ഷുഗറിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം അത്ര മാത്രമേ ഉള്ളൂ. വേറൊരു പ്രശ്നങ്ങളും എൻ്റെ പപ്പയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം ഒത്തിരി വർഷക്കാലം അറിഞ്ഞ കാലം തൊട്ട് പപ്പയ്ക്ക് പറ്റുന്ന കാലമൊക്കെ ഒത്തിരി വർഷങ്ങൾ ചെരുപ്പ് പോലും ഇടാതെ നടന്നു പോയി സുവിശേഷ വേല ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് 10 രൂപയ്ക്ക് പഴയ കാലത്ത് കിട്ടുന്ന ഈ 10 രൂപ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം മേടിക്കാൻ കൊടുക്കും. പലവട്ടം വെറും കൈയായിട്ട് എൻ്റെ അപ്പ വരുന്ന ഒരവസരമായിരുന്നു. രാത്രി 11 മണി 12 മണിക്കൊക്കെ ചൂട്ടും കെട്ടി നടന്നു വരുന്നേ. ഈ സമയത്ത് ഞാൻ കാത്തിരിക്കും എൻ്റെ പപ്പയെ. എവിടെയൊക്കെ പോയി അന്നത്തെ വിശേഷമൊക്കെ എനിക്ക് അറിയണം. ഭയങ്കര ആഗ്രഹമാണ്. യേശുവിനെ കുറിച്ച് കേൾക്കാനും അന്ന് നടന്ന അത്ഭുതങ്ങളെ കുറിച്ച് കേൾക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ അന്നത്തെ വിശേഷം എല്ലാം പറയും. എത്ര രാത്രിയിലും പിന്നെ വന്നിരുന്ന ഈ പോയ സ്ഥലങ്ങളെല്ലാം പ്രാർത്ഥിക്കും. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കും. വീണ്ടും പ്രഭാതത്തിൽ എഴുന്നേക്കും, അതുപോലെ പ്രാർത്ഥിക്കും. എല്ലാവരെയും പ്രാർത്ഥിച്ച് വിവരങ്ങളിൽ കൊടുക്കും. വീണ്ടും പ്രഭാതത്തിന് ദൈവവേലയ്ക്ക് പോകും. ഇതായിരുന്നു എൻ്റെ പപ്പയുടെ ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക, വസ്ത്രം മേടിച്ചു കൊടുക്കുക, വീടില്ലാത്തവർക്ക് അതിന് വേണ്ട സഹായം ചെയ്യുക. പപ്പയെ കൊണ്ട് കഴിയുന്ന എന്ത് സഹായവും ചെയ്യും. കാരണം ഞാൻ കുറച്ച് സ്ഥലമുണ്ട്, അതിൽ കിട്ടുന്ന കായികനികളായാലും എന്തായാലും അത് ജനത്തിനും പാവപ്പെട്ട ആൾക്കാർക്കും ഉള്ളതാണ്. അതുകൊണ്ട് ആർക്കും ഇവിടെ തടസ്സമൊന്നുമില്ല. എല്ലാവർക്കും വരാം, എല്ലാവർക്കും ഭക്ഷിക്കാം. ആ കാലത്ത് ആഹാരം ഇല്ല, പക്ഷെ ഞങ്ങളുടെ അവിടെ നിറയെ ആഹാരമുണ്ട്. ഞങ്ങൾക്ക് കൃഷി ഭൂമികളുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു. ആർക്കും ഒന്നും പപ്പ തടഞ്ഞിട്ടില്ല. ഏത് ജാതിയെന്നോ മതമെന്നോ പാവപ്പെട്ടവരെന്നോ പണക്കാരോ ഒന്നുമില്ല. എല്ലാവർക്കും എല്ലാം കൊടുക്കുന്ന ഒരു സ്വഭാവത്തിനുടമയായിരുന്നു എൻ്റെ പപ്പ. മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും കരുതിയൊന്നുമില്ല. പക്ഷേ മക്കളെ ദൈവം നല്ല രീതിയിൽ അവരെല്ലാം പഠിപ്പിച്ചു. അങ്ങനെ എല്ലാ മക്കളുടെയും സാന്ത്വനം അനുഭവിച്ചു പപ്പ അവസാന സമയത്തൊക്കെ. അപ്പൊ പപ്പയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, പപ്പ മരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഞങ്ങൾ 5 പേര് സുവിശേഷകരാണ്. അപ്പോ എന്നോടാണ് കൂടുതൽ അടുപ്പം. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും അടുത്ത് വേണം, പപ്പയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അന്നായപ്പോ എനിക്ക് ഉച്ചയ്ക്ക് എൻ്റെ പപ്പയെ കാണുമെന്ന് തോന്നി. ഞങ്ങൾ വേഗത്തിലൂടെ ചെല്ലുമ്പോൾ സന്തോഷത്തോടെ എൻ്റെ പപ്പ ഇരിക്കുകയാണ്. എനിക്ക് അപ്പോൾ പപ്പയെ മേല് തുടയ്ക്കാൻ വെള്ളം കൊണ്ടുവച്ച് ഞാൻ പെട്ടെന്ന് പപ്പയെ മേല് തുടച്ചു. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു. ആ ചേച്ചി തലയൊക്കെ കോതി പപ്പ ഒരുങ്ങി സന്തോഷത്തോടെ ഇരിക്കുവാണ്. ഇതിനിടയ്ക്ക് പപ്പ പറഞ്ഞു, എനിക്ക് മീറ്റിങ്ങിന് പോകാൻ സമയം, ഞങ്ങൾക്ക് സുവിശേഷ വേലയാണല്ലോ, മീറ്റിങ്ങിന് പോകാൻ സമയമായി. ഞങ്ങള് അതിൻ്റെ ഉള്ള തയ്യാറെടുപ്പ് എടുക്കുന്ന, എനിക്ക് ഫോൺ വന്നു, പെട്ടെന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു. ഇനി വരാം. അപ്പൊ പെട്ടെന്ന് പപ്പയെ ഒന്ന് റെഡിയാക്കി പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ അതിൻ്റെ തിടുക്കത്തിലാണ്. പപ്പ മാറ്റിയ തുണി ഞാനൊന്ന് കൊണ്ട് കഴുകാൻ ഇറങ്ങിയപ്പോൾ പപ്പ എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് പപ്പയോട് ചോദിച്ചു, എന്തപ്പാ എന്ന് ചോദിച്ചു. അല്ല, മക്കള് വന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വന്നു പപ്പ, ഞാൻ നേരത്തെ വന്നല്ലോ. പപ്പ എന്നെ കണ്ടില്ലേ? കണ്ടില്ല. ഞാൻ പറഞ്ഞു, പപ്പയ്ക്ക് എന്തെങ്കിലും പറയണോ? വേണ്ട മക്കളെ, ഒന്നും പറയണ്ട, മക്കൾ വന്നല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ആ പിടി ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വെട്ടില്ലായിരുന്നു. ഒരു 10-15 മിനിറ്റിനകത്ത് ഭയങ്കര ദൈവ സാന്നിധ്യം ആ റൂമിനകത്ത് ഇങ്ങനെ വ്യാപരിക്കുന്നുണ്ട്. ആർക്കും എന്ന് വെച്ചാൽ ആർക്കും താങ്ങാൻ പറ്റാത്തൊരു ദൈവ സാന്നിധ്യം ഞങ്ങൾ പോകുന്ന വഴിയിലും ആ ബെഡ്റൂമിലെല്ലാം ഇങ്ങനെ അനുഭവിക്കും. ഞാനൊന്ന് അതുവരെ ചെയ്യാത്തൊരു പപ്പയെ നന്നായിട്ട് ഒരുക്കി. ആ സമയത്ത് ചേട്ടനോട് പറഞ്ഞു,
എന്നെ ഒന്ന് കിടത്താവോ, യേശു വന്ന് നിൽക്കുന്നു. അപ്പോ രാവിലെ അമ്മയോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, നീ ഇവിടെ തന്നെ നിന്നോണം, സന്തോഷത്തോടെ, വിഷമമൊന്നും വിചാരിക്കരുത്. ഇന്ന് എന്നെ പ്രാർത്ഥിച്ചയക്കി, നാളെ ഒത്തിരി പേര് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരും എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല, ആരും അത് കൂട്ടാക്കിയില്ല, എന്താണ് പപ്പ പറയുന്നത്. പക്ഷെ വീണ്ടും അപ്പോൾ ചേച്ചി പറഞ്ഞ് കിടത്തണ്ട, പപ്പ അല്പം കൂടി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഇരുന്നു. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും പപ്പ പറഞ്ഞു, എന്നെ ഒന്ന് കിടത്താവും, എൻ്റെ യേശു വന്ന് നിൽക്കുന്നു. ആ സമയത്ത് ചേട്ടനൊന്ന് പപ്പയെ ബെഡിൽ കിടത്തി ചിരിച്ചുകൊണ്ട് മുകളിലോട്ട് നോക്കി റെഡി എന്ന് പറഞ്ഞു. ഒരു എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, വളരെ പെട്ടെന്ന് എൻ്റെ പപ്പ തലച്ചായ്ച്ച് പ്രാണനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു. ഈ സമയത്ത് ഞാൻ വീണ്ടും പപ്പയുടെ ആ മാറ്റിയ തുണി കഴുകിക്കൊണ്ട് നിൽക്കുക. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ചേച്ചി കരയുന്നുണ്ട് എന്ന് ഞാൻ ഓടി വന്നിട്ട്, എന്തുവാ ഇപ്പോഴും പപ്പ വെള്ളം കുടിച്ചു, കഴിച്ചു, ചിരിച്ചുകൊണ്ടിരുന്നതല്ലേ, പിന്നെ എന്തിനാ കരയുന്നേ എന്ന് ചോദിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് എല്ലാവരും വന്നു. അപ്പോ അപ്പ പോയി കഴിഞ്ഞു. അങ്ങനെ എൻ്റെ ആത്മീയ ഗുരുവും എൻ്റെ വഴികാട്ടിയുമായിരുന്നു എൻ്റെ പപ്പ. കാരണം ചെറുപ്പകാലം തൊട്ട് എൻ്റെ പപ്പയുടെ കരം പിടിച്ച ഞാൻ സുവിശേഷ വേലയിൽ ഇറങ്ങി. അപ്പയുടെ നഷ്ടം എനിക്ക് ഭയങ്കര വേദനയായി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മ 2 വർഷം ഇതിനകത്ത് ഇതുപോലെ സന്തോഷത്തോടെ മക്കളെല്ലാവരുമായിട്ട് ചിരിച്ചുകൊണ്ടിരുന്നു, കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കും. അമ്മയും അമ്മ ഒന്നും പറഞ്ഞില്ല, കിടന്നു. വിളിച്ച് പോണെന്ന് പറഞ്ഞപ്പോൾ അമ്മ വിളി കേട്ടില്ല. ജസ്റ്റ് ഡോക്ടറെ കൊണ്ടുവന്നപ്പോൾ 5 മിനിറ്റ് ആയി, അമ്മ പോയി എന്ന് പറഞ്ഞു. ഇതാണ് എൻ്റെ അമ്മയുടെയും പപ്പയുടെയും ആ ഒരു ആത്മീയ ഫീൽഡില് ദൈവത്തോട് ചേർന്ന അവസ്ഥ. അപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചത്, അമ്മേ ഇതെന്താണ് ഇപ്പൊ എൻ്റെ കർത്താവ് പറഞ്ഞ എൻ്റെ അഭിഷിക്തന്റെ മരണം എനിക്ക് വിലയേറിയതാണ്. 19 ദിവസം എൻ്റെ പപ്പയെ ഞാൻ കണ്ടിട്ടില്ല. കാരണം സുവിശേഷകരുടെ തിരക്കും കാരണമായിട്ട് എനിക്ക് പപ്പയെ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ എൻ്റെ ദൈവം ഈ 19ാമത്തെ ദിവസം എൻ്റെ ഒരു ശുശ്രൂഷ അഭിഷിക്തനായ എൻ്റെ പിതാവ് ആഗ്രഹിച്ചപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ദൈവം തന്നു. എൻ്റെ പപ്പ നിത്യതയിൽ എടുക്കപ്പെടുന്നത് ആ ദൈവ സാന്നിധ്യവും ആ വാക്കുകളും എല്ലാം എന്നെ ഒരുപാട് ഒരുപാട് ദൈവത്തോട് അടുപ്പിക്കുവാൻ, കുറച്ചുകൂടെ ആ ദൈവരാജ്യത്തോട് അടുക്കുവാനൊക്കെ ഇടയായി. അങ്ങനെ എൻ്റെ ഇതുപോലെ എൻ്റെ 5 സഹോദരങ്ങൾ, എന്നെ 2 പേര് ഒഴിച്ച് ഞങ്ങൾ 5 പേരും ഇന്ന് സുവിശേഷ വേലയിൽ ആയിരിക്കുന്നു. ഇനി എൻ്റെ കുടുംബജീവിതത്തെ കുറിച്ച് പറയാം. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് മോഹനകുമാർ എന്നാണ്. ഞങ്ങളുടെ വിവാഹം 1995 ജനുവരി 25-നായിരുന്നു. ആ നവംബർ 15-ന് എനിക്ക് ഞങ്ങൾക്കൊരു മകളെ ദൈവം തന്നു. അവളുടെ പേര് ഗ്രീഷ്മ മോഹൻ എന്നാണ്. 98-ല് വേണ്ടി ഞങ്ങൾക്കൊരു മോനെ കൂടെ ദൈവം തന്നു. ഞങ്ങളുടെ കുടുംബജീവിതം വളരെ ധന്യമായിരുന്നു. കാരണം ചേട്ടനും 85 വരെ ഒരു തികഞ്ഞ ഹൈന്ദവനായിരുന്നു ആള്. അവരും ഹൈന്ദവ ആചാരപ്രകാരം ജീവിക്കുകയും എത്രയോ കലത്തില് പൊങ്കാല ഇടുകയും മുറ്റത്ത് അവർക്ക് അത്രയും കുടുംബക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പയ്ക്ക് ഒരു ജന്നിയുടെ അസുഖം ഉണ്ടായിരുന്നു. ആ ജന്നി മാറാനായിട്ട് ഇവർ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി മന്ത്രവാദങ്ങൾ ചെയ്യുകയും നേർച്ച കാഴ്ചകൾ കൊടുക്കുകയും അവര് അധ്വാനിച്ച ധനമൊക്കെയും ഒത്തിരി മന്ത്രവാദം ചെയ്യാൻ ചെലവഴിച്ചു. അവിടെ വീട്ടിൽ കൊണ്ടുവന്ന് മന്ത്രവാദം ചെയ്തു അപ്പയ്ക്ക് സുഖം കിട്ടാൻ വേണ്ടി. അപ്പോ അപ്പയ്ക്ക് സുഖമൊന്നും കിട്ടിയില്ല. വെളുപ്പിലെ 3 മണിയോടുകൂടിയാണ് വെടിയോടുകൂടെ ഈ മന്ത്രവാദം അവസാനിക്കും. അപ്പോൾ എത്രയൊക്കെ ചെയ്തിട്ടും പപ്പ ഇതുപോലെ ജന്നി വന്ന് തന്നെ പപ്പ മരിക്കുവാൻ ഇടയായി. അടുത്ത ഇതുപോലെ മൂത്ത ചേച്ചിക്ക് 6 7 മക്കള് ജനിച്ചതെല്ലാം മരിച്ചുപോയി. അവസാനം ഒരു കുഞ്ഞ് അവശേഷിച്ചു. ആ കുഞ്ഞിന് ഒരു ദേവദാസൻ വന്ന് പറഞ്ഞു, നിങ്ങളിനി ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, ഈ കുഞ്ഞ് മരിക്കും, ജീവനുള്ള ദൈവത്തെ അറിഞ്ഞാൽ ഈ കുഞ്ഞ് ജീവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ
അവര് ആലയത്തിൽ പോവുകയും ദൈവത്തെ ആരാധിക്കുകയും ആ കുഞ്ഞ് ഇന്നും ജീവനോടെ ഇരിക്കുന്നു. അവരെ വിവാഹം കഴിച്ചു കൊടുത്ത് 2 കുഞ്ഞുങ്ങളുണ്ട്. അവരും ദൈവവിശ്വാസികളാണ്. അങ്ങനെ ചേട്ടന്റെ അമ്മയും ചേട്ടന്റെ എല്ലാ സഹോദരങ്ങളും ക്രിസ്ത്യൻസ് ആണ്. ഒരു 85-ലാണ്. സകലത്തെയും വലിച്ചെറിഞ്ഞ് പൂജാ റൂമുണ്ട്, ഹോമം നടത്തുന്ന റൂമുണ്ട് ഇവർക്ക്. നിറയെ വിഗ്രഹങ്ങളൊക്കെ വച്ചിരുന്ന പൂജാ റൂമിലാണ് ഞാൻ വിവാഹം കഴിഞ്ഞ് വരുന്നത്. അന്ന് അവർ മാനസാന്തരപ്പെട്ടപ്പോൾ തന്നെ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഉപേക്ഷിച്ചത് കംപ്ലീറ്റ് ഉപേക്ഷിച്ചിരുന്നു. അതിനെ പിന്നെ തിരിഞ്ഞു നോക്കുകയോ യാതൊന്നും അവർ വിശ്വസിക്കുകയോ ഒന്നും ചെയ്തില്ല. എല്ലാ വിഗ്രഹങ്ങളും വലിച്ചു വാരി അവർ ദൂരെ എറിഞ്ഞിട്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് അവർ ദൈവത്തിനായി. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വിവാഹം CC-യിൽ വെച്ചായിരുന്നു. ചേട്ടൻ ഇതിനിടയ്ക്ക് ശക്തമായ അഭിഷേകം പോയി പ്രാപിച്ച് ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരാളായിരുന്നു. ഞാനും ഞാൻ സൺഡേ ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ അധ്യാപകൻ പറഞ്ഞു, ഇനി നിങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, നല്ല ഒരു ദൈവ പൈതലിനെ കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രാർത്ഥന എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ അന്ന് പ്രാർത്ഥിച്ചത്, കർത്താവെ, എന്നെ അറിയുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തെ പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവത്തെ അറിയുന്ന ഒരു മകനെ എൻ്റെ ദൈവം എനിക്ക് ദാനമായിട്ട് തരണം. അങ്ങനെ എൻ്റെ ദൈവഭക്തനായ ഒരു മനുഷ്യനെ തന്നെ എൻ്റെ ദൈവം എനിക്ക് തന്നു. ഞങ്ങള് കുടുംബജീവിതം വളരെ ഹാപ്പി ആയിരുന്നു. ഞങ്ങള് മക്കളെയും വളർത്തി. ഞങ്ങളന്ന് CC ചർച്ചിലാണ് പോകുന്നത്. ഇതിനിടയ്ക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹം, ആത്മീയമായിട്ട് വളരണം, ദൈവത്തെ അറിയണം, ദൈവത്തെ സ്തുതിക്കണം. അന്യഭാഷ പറയുന്നതും തുള്ളിച്ചടങ്ങള് ഇത് കാണുന്നത് ആത്മീയ മീറ്റിങ്ങിലും കൂടെ ഞങ്ങൾ പോകും. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. എനിക്കും അത് കാണണം, എനിക്കും അത് പ്രാപിക്കണം. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ പുത്തരിക്കണ്ടം മൈതാനത്തിൽ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ തിരുവനന്തപുരത്ത്, ആ മീറ്റിങ്ങിന് പോയി എല്ലാവരും ആരാധിക്കുന്നുണ്ട്. ഞാൻ നിറയെ കരഞ്ഞിട്ട് വരുന്ന വഴിക്ക് എൻ്റെ മോൻ്റെ ചെരുപ്പ് അവിടെ ഞങ്ങൾ ഇരുന്നിടത്തായിപ്പോയി. തിരിച്ചെടുക്കാൻ പോകുമ്പോൾ ആ ഡെർൽ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ അമേരിക്കയിലും കൊണ്ട് ഉള്ളതാണ്. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുന്നു എന്ന് പറഞ്ഞൊരു വചനം കർത്താവ് ഇന്ന് ലോകത്തിലേക്ക് അയക്കുകയാണ് എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയത് എനിക്കറിയാം. ഞാൻ ആ ഗ്രൗണ്ടിൽ നിലം പതിക്കുകയും ഒരു ഫാന് കറങ്ങുന്നത് പോലെ ഞാൻ ആ ഗ്രൗണ്ടിൽ ഒരാൾക്കും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു ദൈവ സാന്നിധ്യത്തിൽ നിറയുകയും ചെയ്തു. സ്പോട്ട് ഞാൻ കണ്ണൂർ നോക്കുമ്പോൾ ആയിരക്കണക്കിന് ജനം എൻ്റെ കൂടെ ചുറ്റും കൂടി കിടപ്പുണ്ട്. ഞാൻ മാത്രം ഇങ്ങനെ, ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് സുവിശേഷം പറയണമെന്ന ഒരു തീയോട് കൂടെയായിരുന്നു ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്. അപ്പോ ഞാൻ അന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, പ്രിയനെ, എനിക്ക് എൻ്റെ ദൈവത്തെ സ്തുതിക്കണം, കൂടുതൽ ആധികാരികമായിട്ട് എൻ്റെ ദൈവത്തെ എനിക്ക് അറിയണം, എനിക്ക് എൻ്റെ യേശുവിനെ കാണണം. ഒത്തിരി സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്, എനിക്ക് അനുഭവിച്ചറിയണം, എനിക്ക് ഇനിയും യേശുവിനെ കാണണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആത്മീയ മീറ്റിങ്ങുകളിലൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ പോകും. അങ്ങനെ പോകും. CSC-യിലായിരുന്നു. CSC-യിൽ ഞാൻ 9ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഓപ്പൺ കൺവെൻഷന് പ്രസംഗിച്ചു തുടങ്ങിയത്. അപ്പോൾ പ്രസംഗിക്കുകയും പാടുകയും ചർച്ചിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. കുഞ്ഞിലെ എനിക്ക് ഭയങ്കര ആഗ്രഹവും, എൻ്റെ പപ്പയെ കണ്ടൊക്കെ എനിക്കും അങ്ങനെ ഒന്ന് ചെയ്യണമെന്നൊരു ആഗ്രഹമാണ് പിന്നെ അതിലേക്കൊക്കെ എത്തിച്ചത്. അങ്ങനെ ഞങ്ങളായിരിക്കുവാണ്. അപ്പോൾ പിന്നെ ഞാൻ ബെഡ്റൂമിൽ വരും, പ്രാർത്ഥിക്കും, ദൈവമേ, എനിക്ക് ആത്മീയതയിൽ മുന്നേറണം, എനിക്ക് യേശുവിനെ കാണണം, എനിക്ക് ഇനിയും പ്രാപിക്കണം, എനിക്ക് ഇനിയും കാണണം, എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പ്രെയർ റൂമുണ്ട്, അതിനുള്ളിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ശബ്ദം ഞാൻ കേട്ടു. എന്നോട് പറഞ്ഞു, ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യണം. അതിനെക്കുറിച്ചൊന്നും എനിക്കൊന്നും അറിയത്തില്ല. എൻ്റെ ഹൃദയത്തിൽ ഞാൻ അതിനെ സംഗ്രഹിച്ചു. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ കുഞ്ഞ് ഉച്ചയ്ക്ക് കളിച്ചുകൊണ്ട് നിൽക്കെ ഞാൻ പെട്ടെന്ന് അവനെടുത്ത് അകത്ത് കയറ്റിയിട്ട് ഞാൻ വീണ്ടും ഓടിപ്പോയിരുന്ന് പ്രാർത്ഥിക്കണം. അതായത് പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഹോബി.
അപ്പോൾ ഞാൻ എൻ്റെ മോനെ എടുത്ത് അകത്ത് വിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഇവന്റെ ചുമ കേൾക്കുന്നു. ഞാൻ പെട്ടെന്ന് ഇവൻ എവിടെയാണ് ചുമയ്ക്കുന്നത് നോക്കിയപ്പോൾ ഒരു റൂമിനകത്ത് നിന്ന് ഇവൻ ചുമയ്ക്കുന്നു. എൻ്റെ കയ്യിൽ ഒരു മണ്ണെണ്ണയുടെ കന്നാസിരിപ്പുണ്ട്. ഒരു 3-4 ലിറ്റർ മണ്ണെണ്ണയോളം ഈ കന്നാസിലുണ്ട്. ഈ കുഞ്ഞ് എങ്ങനെയാണ്, 2 വയസ്സേ ഉള്ളൂ ഇവന്. ഈ കുഞ്ഞ് ഈ മണ്ണെണ്ണ എങ്ങനെ എടുത്തെന്നോ ഇവൻ എങ്ങനെ ഇത് കുടിച്ചെന്നോ എനിക്കറിയത്തില്ല. പെട്ടെന്ന് ഈ മണ്ണെണ്ണ ഇവൻ കുടിച്ചു. കുടിച്ചിട്ട് ഞാൻ വന്നപ്പോൾ കുടിച്ചു കഴിഞ്ഞു. പെട്ടെന്ന് കുറച്ച് 2-3 തുള്ളി തറയിൽ കിടപ്പുണ്ട്. ഞാൻ ഈ കന്നാസ് അവനിൽ നിന്ന് മേടിച്ചപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞ് കുഴഞ്ഞു. പെട്ടെന്ന് അവനെ തൂക്കിയെടുത്തു. എൻ്റെ ശരീരം തളർന്ന് ഞാൻ പെട്ടെന്ന് എൻ്റെ ചേട്ടൻ്റെ സഹോദരി വന്ന് കുഞ്ഞിനെ മേടിച്ചു. അവൻ്റെ വായൊക്കെ കഴുകാൻ ശ്രമിച്ചു. പക്ഷെ ഒന്നിനും പറ്റുന്നില്ല. അവൻ്റെ ശരീരം നിമിഷം കഴിയും തോറും ചുമയും പിന്നെ കുറേശ്ശെ നിന്നു. പെട്ടെന്ന് വണ്ടി പിടിച്ച് നമ്മുടെ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ PRS, ആ ഹോസ്പിറ്റലിലോട്ട് വേഗത്തിൽ അവനെ എത്തുന്നതിന് കുറച്ച് മുമ്പ് വെച്ച് തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ശരീരമെല്ലാം നീല കളറായി, അവൻ്റെ കണ്ണെല്ലാം മുകളിലോട്ടായി, ശരീരം ഒന്ന് ഇങ്ങനെ വലിച്ചു നോത്തു. പിന്നെ അവൻ ഒരു അനക്കവുമില്ല. അവിടെ കൊണ്ടുപോയി ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇവിടെ എടുക്കാൻ പറ്റത്തില്ല, ഏകദേശം കഴിഞ്ഞു, പെട്ടെന്ന് SAP എത്തിക്കാൻ പറഞ്ഞു. ഞാൻ വേഗത്തിൽ ഞങ്ങള് SAP കൊണ്ടുപോയി. വേഗം തന്നെ അവനെ കൊണ്ടുപോയി ICU അഡ്മിറ്റ് ആക്കി. ICU കൊണ്ടുപോയി അവിടെ പറ്റുന്നില്ല, വെന്റിലേറ്ററിലാക്കി. അവന് ശ്വസിക്കാൻ പറ്റുന്നില്ല, അവന്റെ ശ്വാസം നിലച്ചു. ഡോക്ടർ പറഞ്ഞു 2 മിനിറ്റും കൂടെ അവന്റെ ജീവനെ നിലനിൽക്കത്തുള്ളൂ. കാരണം ജീവൻ ശരിക്കും പോയി, ഇനി ഒരു അനപ്പ് മാത്രം ബാലൻസ് ഉണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്. കാരണം ഞങ്ങള് ആലയം എന്ന് പറഞ്ഞാൽ ജീവനാണ്. ഞാനൊരു സൺഡേ സ്കൂൾ ടീച്ചറാണ്, യൂത്ത് മെമ്പറാണ്, സ്ത്രീജന സംഘടന സെക്രട്ടറിയാണ്, പിന്നെ കൊയർ മെമ്പറാണ്, ഡിസ്ട്രിക്ട് കൗൺസിൽ മെമ്പറാണ്. ഇതെല്ലാം ആയിരിക്കുന്നു. മാത്രമല്ല എല്ലാ മാസവും എനിക്ക് കൺവെൻഷനുണ്ട്. ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഇത്രയും എൻ്റെ യേശുവെ ഞാൻ വിളിച്ചിട്ടും എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. എൻ്റെ ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു, ജോലിക്ക് പോയിരുന്നു. ജോലിക്ക് പോയിരുന്ന സ്ഥലത്ത് തന്നെ പിള്ളേര് പോയി പറഞ്ഞു, എൻ്റെ മോന് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ്. ഏട്ടൻ ഓടി വന്നു. അവിടെ വന്ന് എൻ്റെ കൈ പിടിച്ച് ICUലോട്ട് കൊണ്ടുപോയി. ഇവിടെ ഒരു ഹോളുണ്ട്, ഹോളിലൂടെ നോക്കുമ്പോൾ എൻ്റെ മോനെ ബെഡിലിട്ട് ചില ഡോക്ടേഴ്സ് ഇങ്ങനെ പരിശോധിച്ചുകൊണ്ട് നിൽക്കുക. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ മോൻ സുഖമായി, അവൻ ഉറങ്ങുവാണ്, ആ ഡോക്ടർമാർ പരിശോധിക്കുകയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ചിന്തിച്ച് ഞാനിങ്ങനെ ഇങ്ങനെ വേറെ ഒന്നും എനിക്ക് പ്രതികരിക്കാറില്ല. കാരണം PRS ഹോസ്പിറ്റലിൻ്റെ അവിടെ വെച്ച് തന്നെ എൻ്റെ നല്ല ആ ഒരു അവസ്ഥയിൽ നിന്ന് പോയി. പിന്നെ എനിക്ക് ബോധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും സംസാരിക്കാൻ പോലും അറിയത്തില്ല. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നു, എനിക്കൊന്നും അറിയില്ല. പക്ഷെ ആ സമയത്ത് എൻ്റെ ചേട്ടൻ്റെ സഹോദരി വന്ന് പുറത്ത് പറഞ്ഞു, മോളെ വന്നത് വന്നു, പോയത് പോയി, ഇവിടെ കിടന്ന് കരയരുത്, ബഹളം വയ്ക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും എൻ്റെ മരിച്ചു എന്നൊന്നും എനിക്ക് തിരിച്ചറിയേണ്ട ഒരു ബുദ്ധിയൊന്നും ആ സമയത്തിലേക്കാണ്, ബോധമില്ല. ഞാനിങ്ങനെ ഒരു എന്താ പറയുക, ഒരു ജീവനില്ലാത്ത ഒരു ആളെ പോലെ ആയിരിക്കുന്നൊരവസ്ഥ. ഈ സമയത്ത് എൻ്റെ ചേട്ടൻ ഇറങ്ങി ഓടി എൻ്റെ ബന്ധുക്കളോടൊക്കെ പോയി പറഞ്ഞു, അറിയിക്കാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ സംഭവിച്ചു, അറിയിക്കേണ്ടവർ അറിയിച്ചോളാൻ പറഞ്ഞു. ഈ സമയത്ത് എൻ്റെ ചേച്ചി, ഞങ്ങൾ ആരാധനയ്ക്ക് ഇടയ്ക്കൊക്കെ പോകുന്ന നെയ്യാറ്റിൻകര സുന്ദർ സിംഗ് എന്ന് പറയുന്നൊരു ദേവദാസിനെ ഫോണിൽ വിളിക്കുകയും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു ബ്രദറെ, ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ആ കുഞ്ഞിനെ നിങ്ങൾക്ക് അറിയാലോ, ഇങ്ങനൊരു അവസ്ഥ സംഭവിച്ചിരിക്കുന്നു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിക്കുമ്പോൾ ആ മനുഷ്യൻ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, അയ്യോ കുഞ്ഞ് പോയി എന്നാണ്, എന്നാലും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അദ്ദേഹം പ്രാർത്ഥിച്ചു. ഞാൻ ICUവിന്റെ വെളിയിലാണ്, ചേട്ടൻ ഇങ്ങനെ ഓടുകയാണ് കിടന്ന്. ഒടുവിൽ കുറച്ച് പേരൊക്കെ കൂടിയെന്ന്, ഇതാണ് അമ്മ, അതാണ് ആ കുഞ്ഞിന്റെ അമ്മ എന്നൊക്കെ എല്ലാവരും പറയുന്നു. എനിക്ക് കരയാനോ ചിരിക്കാനോ അറിയാതെ ഞാൻ ഇരിക്കുന്നു. എൻ്റെ മുൻപിൽ കൂടെ ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞ് പോകുന്നതും എന്തൊക്കെയോ എൻ്റെ മുൻപിൽ കൂടെ ഇങ്ങനെ ശബ്ദങ്ങൾ കേൾക്കാൻ, വേറൊന്നും അറിയില്ല. അങ്ങനെ ഇരിക്കെ പരിശോധിച്ചുകൊണ്ട് നിന്ന് ദൈവദാസനെ ഇങ്ങനെ പ്രാർത്ഥിച്ചു നിന്ന് ഫോണിൽ കൂടെ, കർത്താവെ, ജീവനും മരണവും ദൈവത്തിന്റെ കയ്യിലാണ്.
ആ കുഞ്ഞിന്റെ ജീവനെ നീ മടക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഡോക്ടേഴ്സ് പരിശോധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മരിച്ച് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ട് അവനെ പുറത്ത് തരാൻ വേണ്ടി പേപ്പർ റെഡിയാക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു വാസ്തവം. അവന്റെ ശരീരം കാലോ കൈയോ ചലിച്ചു. ഈ സമയത്ത് പെട്ടെന്ന് അവർ വീണ്ടും വെന്റിലേറ്ററിൽ എടുത്തു കൊടുത്തു. പെട്ടെന്ന് പറഞ്ഞു, ഈ കുഞ്ഞിന് വീണ്ടും ഒരിക്കൽ കൂടെ വയറ് കഴുകണം. കാരണം 2 മിനിറ്റ് കൊണ്ട് അവനെ വയറ് കഴുകി ഇഞ്ചക്ഷൻ എടുത്തു. കാരണം എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും എല്ലാം ചെയ്ത് കഴിഞ്ഞതാ. ഡോക്ടേഴ്സ് എല്ലാം അത്ഭുതത്തോടെ നോക്കുന്ന എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അവർക്ക് അറിയില്ല. പെട്ടെന്ന് എന്നെ വിളിച്ചു, പറഞ്ഞു, അമ്മ വാ, കയറി വാ. ഇവൻ കിടന്നിങ്ങനെ മാറിയടിക്കുന്നു. കാരണം ഇവന് വെന്റിലേറ്ററിന്റെ ആവശ്യം ഇല്ല. അവർ ആ മാസ്കിനെ എടുത്തു മാറ്റി. ഞാൻ എൻ്റെ മോനെ വിളിച്ചു. അവന്റെ ചുണ്ടിൽ നിന്നെല്ലാം ചോര വരുന്നുണ്ടായിരുന്നു. ഞാൻ വേഗത്തിൽ വിളിച്ചപ്പോ അവൻ വിളി കേട്ടു. അവർ പറഞ്ഞു, കൊണ്ടുപോയി പാല് കൊടുക്കും. ഛർദിക്കുന്നുണ്ടോ, എന്ത് സംഭവിച്ചു നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അങ്ങനെ പാല് കൊടുത്തു. അവൻ പാല് കുടിച്ചു. എല്ലാ ഡോക്ടേഴ്സും തൊട്ടിലിന്റെ 4 സൈഡിൽ കൊണ്ട് എക്സ്റേ വന്നു കൊണ്ടുവന്ന് നോക്കിയപ്പോ മണ്ണെണ്ണ ലെൻസ് വഴി ഒഴുകിക്കൊണ്ടിരിക്കുന്നുള്ളു. ഫുള്ള് മണ്ണെണ്ണ ആയിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ റിപ്പോർട്ടാണ് വന്നത്. അപ്പൊ അവർക്ക് വീണ്ടും എന്തെങ്കിലും സംഭവിക്കും എന്നതാണ് അവരുടെ ഭയം. എന്നാൽ ഡോക്ടർ പറഞ്ഞു, ഒരിക്കൽ കൂടെ നമുക്ക് കഴുകിയാലോ. അപ്പോൾ അവർ പറഞ്ഞു, കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ കുഞ്ഞിന്റെ ശരീരത്തില് മണ്ണെണ്ണയുടെ സ്മെല്ലോ ഒന്നും തന്നെ ഇവന്റെ ശരീരത്തിലില്ല. ഇനിയും ആ കുഞ്ഞിനെ ഇട്ട് നമുക്ക് വേണ്ട, അത് ചെയ്യണ്ട. അവനിപ്പോ ഉറങ്ങല്ലേ, ഉറങ്ങി എഴുന്നേക്കട്ടെ. അവൻ ഉറങ്ങി എഴുന്നേറ്റു. എല്ലാം കഴിഞ്ഞ ഡോക്ടർ എന്നെ കാണുമ്പോൾ ഡോക്ടറാണ് എന്നോട് ഈ വിവരങ്ങളെല്ലാം പറയുന്നത്. അമ്മേ, മരിച്ച കുഞ്ഞിനെയാണ് ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിച്ചത്. ഞങ്ങൾ ഡോക്ടേഴ്സ് ആണെങ്കിലും ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഞങ്ങൾക്കും താങ്ങാൻ പറ്റിയില്ല. പിന്നെ എങ്ങനെ കുഞ്ഞ് ജീവിച്ചു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും ഞങ്ങൾക്ക് കാണാൻ ഒരു ദിവസം കൂടെ അവനെ SAT ഹോസ്പിറ്റലിൽ വച്ചിരിക്കണം. ഞങ്ങളെ സമ്മതിച്ചു. 3-ാമത്തെ ദിവസം എൻ്റെ കുഞ്ഞുമായിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. അവൻ ജനിച്ചപ്പോൾ ചെറുതായിട്ടൊരു ഇങ്ങനെ കൊഞ്ഞയുണ്ടായിരുന്നു. സംസാരിക്കുമ്പോൾ ശരിക്കും നാക്ക് തിരുന്നത്തില്ല. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ അവൻ അതെല്ലാം മാറിയിരുന്നു. ഒരു കുഴപ്പമില്ല. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് കാര്യം ഞാൻ പറയാം. ഞാൻ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് തികഞ്ഞ ഒരു ദൈവവിശ്വാസം, എനിക്കതേ അറിയത്തുള്ളൂ. ആള് രഹസ്യമായിട്ട് മൂക്കുപൊടി വലിക്കും. രഹസ്യമായിട്ട് അന്ന് ഉച്ചയ്ക്ക് മരുന്നുണ്ടാക്കാൻ വെച്ചിരുന്ന മദ്യത്തിൽ നിന്ന് അല്പം ആൾ യൂസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, സാക്ഷി പറഞ്ഞത് ഞാൻ കേട്ടതാണ്. മോന്റെ മരണ സ്റ്റേജ് മരിച്ചറിഞ്ഞു സമയത്ത് SATയുടെ ചിലവരിൽ തലയടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു എന്ന്, ഈ അപ്പന്റെ പാപനിമിത്തമാണ് എൻ്റെ മോന്റെ ജീവനെ എടുത്തതെങ്കിൽ ഈ അപ്പൻ ഇന്ന് ദൈവത്തോട് പറയുന്നു, എൻ്റെ മോന്റെ ജീവനെ നീ തിരികെ തന്ന ഇനി അപ്പൻ ജീവിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമായിരിക്കും. ഇനി ഒരു പാപം ഞാൻ ചെയ്യത്തില്ല ദൈവമേ. ഈ ഒരു പ്രാർത്ഥനയാണ് ദേവദാസന്റെ പ്രാർത്ഥന. അപ്പന്റെ സമർപ്പണവും എൻ്റെ കുഞ്ഞിന്റെ ജീവനെ ദൈവം തിരികെ തന്നു. അങ്ങനെ ഞങ്ങളൊരു കൺവെൻഷനൊക്കെ നടത്തി വളരെ ഹാപ്പി ആയിട്ട് വീണ്ടും ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കെ എൻ്റെ ബ്രദറിന്റെ സഹോദരി ക്യാൻസർ രോഗം വന്ന് മരിച്ചു. കുറച്ച് ദിവസം എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. ആ സമയത്ത് എനിക്കൊരു ബാക്ക് പെയിൻ ഉണ്ടായി. ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. അങ്ങനെ അവരെല്ലാവരും കൂടെ പറഞ്ഞു, വേഗത്തിൽ ഡോക്ടറെ കാണിക്കണം, വച്ചുകൊണ്ടിരുന്ന പറ്റില്ല. ഒരാൾ പോയി, ഇനിയും ഒരു
വിഷമം ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെക്കപ്പിന് വിധേയമായി. എൻ്റെ മുമ്പേ 4 പേരുണ്ടായിരുന്നു. 4 പേരും പരിശോധിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്റെയും വിശ്വാസം എനിക്കും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ട് ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരുന്നു. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എന്ത് കൊണ്ട് കുനിഞ്ഞിരിക്കുന്നു, എനിക്ക് എന്താണ് സംഭവിച്ചത്? കുറെ ടൈം കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പറഞ്ഞു, വനജയ്ക്ക് വയറില് വലിയൊരു മുഴ, അത് ഓവറായിപ്പോയി. എനിക്കറിയാം എൻ്റെ വയറിന്റെ ഒരു സൈഡ് ഇങ്ങനെ നന്നായിട്ട് വീർത്തിരിക്കുന്ന എനിക്കറിയാം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്താണ് എന്നെനിക്ക് അറിയത്തില്ല. അപ്പോ ഇത് ഓപ്പറേഷൻ ചെയ്യുന്ന കാര്യം ഇത് റിസ്ക് ആണ്. ഞാൻ ആകെ തകർന്നു. എൻ്റെ ജീവനുള്ള ദൈവം, ജീവിക്കുന്ന ദൈവം, അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും എന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ തിരിച്ചു വീട്ടിൽ വന്നു. ഞാൻ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ വയറിന് മുഴയാണ്. എൻ്റെ ഈ ചിന്ത, ഞാനും മരിച്ചു പോകും. ഞങ്ങളുടെ ചർച്ചിൽ ഒരു കൺവെൻഷൻ വന്നു. സമയത്ത് ദൈവത്തിന്റെ ദാസനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ട് പാസ്റ്ററെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹം എന്നോട്ട് പറഞ്ഞു, മോളെ, ഇതൊരു വലിയ സാക്ഷ്യത്തിന് ഇടയായി തീരും, പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഒരു ദിവസം എനിക്ക് ഭയങ്കരമായ പനി. 5 ദിവസത്തോളം ഞാൻ പനി വന്നിട്ട് ഞാൻ ബോധം കെട്ട് വീണു. ഞാൻ ഒരു വിളി വിളിച്ചുകൊണ്ട് ഓർമ്മ ഇട്ട് വീണു. പെട്ടെന്ന് ചേട്ടനും അടുത്തുള്ള ആൾക്കാരുമായിട്ട് പെട്ടെന്ന് വന്ന് വേഗത്തിൽ എന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇഞ്ചക്ഷൻ എടുക്കാൻ കഴിയില്ല, വെള്ളം കൊടുക്കാൻ പറ്റുന്നില്ല, വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഭയങ്കര പനിയാണ്, മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ചികിത്സിച്ചാൽ മതി, ചികിത്സിക്കാൻ പറഞ്ഞു. പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ഇഞ്ചക്ഷൻ എടുക്കുന്ന മരുന്നെല്ലാം ഇങ്ങനെ ശരീരത്തിൽ തന്നെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, പോകുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും, നീര് കയറിക്കൊണ്ടിരിക്കുന്നു കയ്യിലൊക്കെ. BP കംപ്ലീറ്റ് ഡൗൺ ആയി. ഡോക്ടർ പറഞ്ഞു മരിച്ചു. വെരി സീരിയസ് ആണ്, അത് രക്ഷപ്പെടത്തില്ല. അനേകം പേര് കാണാൻ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് 5 ദിവസമായി, ചെറിയ മക്കളാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാനിങ്ങനെ എഴുന്നേറ്റിരിക്കും, അമറ്റിയും ബോധമില്ലാതാവും. ഇതായിരുന്നു അവസ്ഥ. പെട്ടെന്ന് ഒരു ദിവസം ഡോക്ടർ എന്ന് പറഞ്ഞു, 3-4 പേരിന്ന് പോകുന്ന ലിസ്റ്റിൽ വനജയുണ്ട്. എന്റെ ചേട്ടൻ ഇറങ്ങി ഓടി, പറഞ്ഞു അവർ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. കേട്ടില്ല. ഒത്തിരി പേര് കാണാൻ വരുന്നവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി സ്ഥലങ്ങളിൽ കോള് പോകുന്നുണ്ട്. കാരണം ഒത്തിരി പേർക്ക് എന്നെ അറിയാം. അതുകൊണ്ട് പലയിടത്തും വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കും. ഞാൻ നോക്കിയിരിക്കെ, എന്റെ ബെഡിൽ നോക്കിയിരിക്കെ, തൊട്ടപ്പുറത്ത് കിടന്ന ഒരു അമ്മാമ്മ പിടഞ്ഞു മരിച്ചു. തൊട്ടിപ്പുറത്ത് കിടന്ന അമ്മാമ്മ മരണ സ്റ്റേജിലായി. എന്റെ ശരീരം സീരിയസ് വാർഡിലാണ്. ശരീരം എനിക്കറിയാം. എന്റെ കൈ ചലനശേഷി നഷ്ടപ്പെട്ടു, എന്റെ കാലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടു, എന്റെ
വാ സംസാരിക്കാതായി. സമയം കഴിയുന്തോറും എൻ്റെ ശരീരത്തിന്റെ കംപ്ലീറ്റ് അവയവങ്ങളുടെയും ചലനശേഷി നഷ്ടപ്പെട്ട് ഞാൻ ബെഡിൽ കിടക്കുക. കാരണം 5 ദിവസമായി വെള്ളം കുടിച്ചിട്ട് 5 ദിവസം കൊണ്ട് ട്രിപ്പ് പോകുന്നില്ല. ഭയങ്കര പനി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരവസ്ഥയിൽ അവസാനം നിലം പതിച്ചു. ഈ സമയത്ത് എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ എൻ്റെ മോന് ഒരല്പം ജീവൻ അവശേഷിച്ചിരുന്നത് പോലെ എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരല്പം ഒരു എന്തോ ഒന്ന് എനിക്ക് ചലനം ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നി. ആ ഉള്ളുകൊണ്ട് ഞാൻ എൻ്റെ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ ജീവനെ നീ മടക്കി തന്നാൽ എനിക്ക് ഒത്തിരി പേരോട് എൻ്റെ മോൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യം എനിക്ക് അനേകായിരങ്ങളോട് വിളിച്ചു പറയണം. യേശു ജീവിക്കുന്ന ദൈവമാണ്, രക്ഷിക്കുന്ന ദൈവമാണ്, വിടുവിക്കുന്ന ദൈവമാണ്, മരിച്ചാലും ഉയർപ്പിക്കുന്ന ദൈവമാണ്. മരിച്ച ലാസറിനെ മാത്രമല്ല ഉയർപ്പിക്കുന്നത്, എൻ്റെ കുഞ്ഞിനെ ഉയർപ്പിച്ച വിവരം എനിക്ക് ലോകത്തോട് വിളിച്ചു പറയണം. യേശുപ്പ, നിന്റെ വേല എനിക്ക് ചെയ്യണമെന്നുള്ള കൊതി എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ ദാഹിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവേ എന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ പറയുക. എൻ്റെ ശരീരം എനിക്ക് ചലിപ്പിക്കാൻ കഴിയത്തില്ല. ഇത് പറഞ്ഞതും ഒരു ശബ്ദം എൻ്റെ അടുക്കൽ ഇങ്ങനെ കേട്ടു. എന്താണ് ആ ശബ്ദം? വനജ, 5 പ്രാവശ്യം 91 സങ്കീർത്തനം ഒന്ന് ഉരുവിട്ടേ. എൻ്റെ ബെഡിനടുത്ത് ആരുമില്ല. കാരണം ഓരോരുത്തർ പിടഞ്ഞു മരിക്കുന്നത് കാണാതിരിക്കാൻ എൻ്റെ ഹസ്ബൻഡ് ഓടിക്കളഞ്ഞു. ചെന്ന് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ കിടന്ന് നിലവിളിക്കുക. എൻ്റെ ഭാര്യയുടെ ജീവനെ നീ എടുക്കരുതേ ദൈവമേ എന്ന്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ല, എനിക്ക് ആരുമില്ല. എൻ്റെ കർത്താവെ, ജീവനെ മടക്കി തരണേ എന്ന് നിലവിളിക്കുന്ന നിലവിളിയുടെ ശബ്ദം ഒത്തിരി ഉച്ചത്തിൽ കേൾക്കുന്നുണ്ടെന്ന് പിന്നത്തെ പറഞ്ഞു കേട്ടു ഞാൻ. എന്നാല് ഞാന് എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ 5 പ്രാവശ്യം 91 സങ്കീർത്തനം ഞാൻ ഉരുവിട്ടു. ആത്മാവിൽ ഉരുവിട്ടു. അത് കഴിഞ്ഞ് ഒരല്പസമയം കഴിഞ്ഞതും എൻ്റെ കാലിന്റെ പെരുവിരലിൽ കൂടെ ഒരു കറണ്ട് പാസ് ചെയ്ത് പോകുന്നത് പോലെ ഒരു ശക്തി പുറപ്പെട്ട് എൻ്റെ തല വരെ വന്നു. ഈ സമയത്ത് എൻ്റെ ശരീരം, നിർജീവമായ ശരീരം ജീവൻ വെച്ച് ഞാൻ പെട്ടെന്ന് ആ കിടന്ന കിടപ്പിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അടുത്ത് കിടന്നവരെല്ലാം എന്താണ് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. പക്ഷെ എനിക്കറിയാം, എന്തോ ഒരു മിറക്കിൾ സംഭവിച്ചു. ഒരു ശക്തി എൻ്റെ ശരീരത്തിൽ കൂടെ പ്രവഹിച്ചു. എൻ്റെ ശരീരം ജീവൻ പ്രാപിച്ചു. എനിക്ക് ക്ഷീണമില്ല, വോമിറ്റിംഗ് ടെൻഡൻസി ഇല്ല, പിന്നെ എൻ്റെ മറ്റ് പ്രശ്നങ്ങളൊന്നും എൻ്റെ ശരീരത്തിലില്ല. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ അടുത്ത് നിന്ന് അമ്മമ്മ മരിക്കാൻ പിടച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മമ്മ തൊട്ടടുത്ത് കിടപ്പുണ്ട്. അവിടെ ആൾക്കാർ കൂടി കിടപ്പുണ്ട്. അവരിങ്ങനെ പെട്ടെന്ന് ഞാൻ ആൻറ്റിയെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ആൻറ്റി എനിക്ക് കരിക്കും വെള്ളം വേണമെന്ന് പറഞ്ഞു. അവർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി, അവർ പേടിച്ചു പോയി, ഇതെന്താണ് സംഭവിച്ചത്. പെട്ടെന്ന് എനിക്ക് കരിക്കും വെള്ളം എടുത്തു തന്നു. ഞാൻ കരിക്കും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കെ ഹസ്ബൻഡ് കയറി വന്നു. അത്ഭുതപ്പെട്ടു, ഇതെന്താണ് സംഭവിച്ചത്. പെട്ടെന്ന് ഡോക്ടേഴ്സിനെ വിളിച്ചു. ഡോക്ടർമാരെല്ലാം ഓടി വന്നു. അവരും കരയുകയായിരുന്നു. കാരണം ഇത്രയും ചെറുപ്പത്തില് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ആർക്കും സഹിക്കാൻ പറ്റാതെ നേഴ്സുമാരെ കരയും, ഡോക്ടേഴ്സ് വിഷമിക്കും, എല്ലാവരും എന്നോട് വിഷമം പറയും, സങ്കടം പറയും, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ മോളെ എന്ന് പറഞ്ഞ് വിഷമിക്കും. പക്ഷെ എൻ്റെ യേശു എനിക്ക് ജീവനെ തന്നു. അത്ഭുതമായിട്ടുള്ളൊരു വിടുതല എൻ്റെ ദൈവം എനിക്ക് അയച്ചു. ഡോക്ടേഴ്സ് വേഗം വന്നു. എല്ലാം പെട്ടെന്ന് തുണ്ടുകളൊക്കെ എടുത്തു നോക്കിയിട്ട് പറഞ്ഞു,
ഇത്രയും വലിയൊരു മുഴ ഇവരുടെ ശരീരത്തിലുണ്ടെന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് നേരത്തെ പറയാത്തേ? അതിനുവേണ്ട ചികിത്സ എന്തുകൊണ്ട് ചെയ്തില്ല? അപ്പോ ഞങ്ങൾ 8ഓളം ചെക്കപ്പ് ചെയ്തു. ഈ മുഴ എന്താണ് എന്ന്. ക്യാൻസർ അല്ല എന്നുള്ളത് മനസ്സിലായി. ഗൈനക്കോളജിൽ നിന്ന് ഒരു ടോണിക്ക് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. വേറൊന്നും ഇതിനുവേണ്ടി ഒരു മരുന്നും ചെയ്തിട്ടില്ല. എന്നോട് എന്റെ ദൈവദാസൻ പറഞ്ഞത്, മോള് മറക്കണം ഇത്. എന്റെ ശരീരത്തിന് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് വനജ മറക്കണം. ഞാനങ്ങ് മറന്നു. ശരിക്കും പിന്നെ ഞാൻ ഓർക്കാറില്ലായിരുന്നു. അതാണ് സത്യം. അങ്ങനെ വേഗത്തിൽ ഡ്രസ്സ് മാറി പെട്ടെന്ന് പോയി മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ചെന്ന് സ്കാൻ ചെയ്ത് വേഗം വരണം, ഇതിന്റെ നമുക്ക് ചികിത്സ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പെട്ടെന്ന് എന്റെ ചേട്ടനെ കൊണ്ടുപോയി. അവിടെ ചെന്ന് സ്കാൻ ചെയ്യേണ്ട ടൈമായി. ഞാൻ എൻ്റെ സ്കാൻ റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, എൻ്റെ മകന്റെ ജീവനെ നീ തന്നു, എന്നെ നീ എഴുന്നേൽപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ എൻ്റെ വയറ്റിലിരിക്കുന്ന മുഴ അവിടെ കാണാത്തതിനായി സ്തോത്രം, അവിടെ കാണാത്തതിനായി സ്തോത്രം യേശുവ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ പോസിറ്റീവായിട്ട് പറഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് കയറി. എൻ്റെ വയറ്, യൂട്രസ് എല്ലായിടവും അരിച്ചു പിറക്കി സ്കാൻ ചെയ്ത ആളിന് ഒരു കുഞ്ഞ് ഫൈബ്രോയിഡ് പോലും കാണാൻ പറ്റുന്നില്ല. വീണ്ടും എന്നോട് ചോദിച്ചു, മനസ്സിക്ക് എന്ത് പ്രോബ്ലം ആട്ടോ ഇവിടെ വന്നേ? ഞാൻ പറഞ്ഞു, എൻ്റെ വയറിൽ വലിയൊരു മുഴയുണ്ടായിരുന്നു. അയ്യോ, മുഴയൊന്നും ഇല്ല വനജയുടെ. വനജയുടെ വയറിൽ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല, ഒന്നുമില്ല. ഞാൻ ഒരിക്കൽ കൂടെ ഞാൻ നോക്കാം എവിടെയെങ്കിലും എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷെ അങ്ങനെ ഒന്നും അവിടെ കാണാനായിട്ട് കഴിഞ്ഞില്ല. എൻ്റെ ദൈവം വലിയൊരു അത്ഭുതം ചെയ്തു. തിരിച്ച് റിപ്പോർട്ടുമായിട്ട് മടങ്ങി വന്നു. ഞാൻ നോക്കിയപ്പോൾ വീർത്തിരുന്ന സംഭവം ഒന്നും കാണാനില്ല. ഞാൻ തലേ ദിവസം എന്നെ കാണാൻ ചിലരൊക്കെ വന്നു. എന്നെ നോക്കി ഒത്തിരി പേര് കരയുന്നുണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ മക്കളെ കണ്ടിട്ട് 5 ദിവസമായി. ഞാൻ നാളെ എൻ്റെ വീട്ടിൽ വരും, എൻ്റെ കുഞ്ഞുങ്ങളെ കാണുന്നു. വിശ്വാസത്തിന്റെ വാക്കുകൾ എൻ്റെ ദൈവം അടിവരയിട്ടു. അതിന്റെ പിറ്റേ ദിവസം എന്നെ ഡിസ്ചാർജ് ചെയ്തു. ഞാൻ എൻ്റെ മക്കളെ വന്ന് കണ്ടു. ഹാപ്പിയായിട്ട് സന്തോഷത്തോടെ എൻ്റെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം ചെയ്തു. അങ്ങനെ ഇരിക്കെ വീണ്ടും സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വലിയ അത്ഭുതം ചെയ്തു. അപ്പം ഈ ദൈവത്തെ കുറെ കൂടി എനിക്ക് അറിയാൻ വേണ്ടി ഒരു വ്യഗ്രത വീണ്ടും ഞാൻ കാണിക്കുന്നു, വീണ്ടും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഭയങ്കരമായിട്ടുള്ള ദാരിദ്ര്യം, കഷ്ടപ്പാട്, വിഷമം, മക്കൾക്ക് 2 പേർക്കും മാറാത്ത ശ്വാസം മുട്ട്, മാറി മാറി അഡ്മിറ്റ്. പക്ഷെ ഞങ്ങള് ഒരു മീറ്റിംഗ് പോലും മുടക്കത്തില്ല. എവിടെയെങ്കിലും മീറ്റിംഗിൽ ഓടിയെത്താറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, ആരാധിക്കാറുണ്ട്, ദൈവത്തെ സ്തുതിക്കാറുണ്ട്, ഒക്കെ ചെയ്യും. എങ്കിലും ദൈവത്തെ അറിയാനുള്ള ഭയങ്കര കൊതി കൊണ്ട് ഞങ്ങൾ വീണ്ടും 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 ആരാധനയ്ക്ക് പോകും, കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോഴും എന്തോ എൻ്റെ ഉള്ളിൽ 2 കാര്യം ചോദ്യചിഹ്നമായിട്ടു. ഒന്നാമത്തെ കാര്യം, എനിക്ക് എന്തോ ഒന്ന് വേണം. ഇതൊക്കെയാണെങ്കിലും എന്തോ ഒരു ശൂന്യത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിന് വേണ്ടി എങ്ങനെ ജീവിക്കണം, എവിടെ സുവിശേഷം തുടങ്ങണം, എന്ത് ചെയ്യണം, ഒന്നും എനിക്ക് അറിയത്തില്ല. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു മാർഗം കാണിച്ചു തരണം. ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടാണ്. ദാരിദ്ര്യത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം വരും. കാരണം എൻ്റെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ, അത് കാപ്പി ഉണ്ടാക്കി കൊടുക്കാനില്ലാതെ
ഒത്തിരി വിഷമിച്ച ദിവസങ്ങൾ. ഫ്രൂട്ട്സ് കണ്ടിട്ടില്ല ഒരു വർഷങ്ങളോളം. നല്ല വസ്ത്രം മേടിച്ചു കൊടുക്കാനില്ല. തലേ ദിവസം ചോറ് തന്നെ എൻ്റെ മോൻ അമറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി വൈകുന്നേരം വരെ ഛർദ്ദിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കിടന്ന് ഒത്തിരി ആഭരണങ്ങൾ പണയപ്പെട്ടു, കടം മേടിച്ചു. 2 മക്കൾ SAT തയ്ക്കാണ്. കുറേ ഇങ്ങനെ ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അന്നേരം ഞാൻ തന്നെ ചിന്തിച്ചു, കർത്താവേ, ഇനിയും ഒരു കാര്യം കൂടെ ഉണ്ട് യേശുപ്പ. എന്താണ് എൻ്റെ ജീവിതത്തിലെ ശൂന്യത? നീ എന്നോട് സംസാരിക്കണം. ദാരിദ്ര്യത്തിന്റെ കൊടുംചുഴിയിലകപ്പെട്ട് വേദന കൊണ്ട് നീറിപ്പോയുന്ന സമയത്ത് എങ്ങോട്ട് തിരിയണമെന്നറിയാതെ കടം, ഭയങ്കര വിഷമം. മക്കൾക്ക് നല്ലൊരു ബാഗില്ല, നല്ലൊരു ചെരുപ്പില്ല, നല്ലൊരു യൂണിഫോം ഇല്ല. പക്ഷെ ദൈവത്തെ ആരാധിക്കുന്നതിലെല്ലാം ഞങ്ങൾ മുൻപന്തിയിലുമാണ്. അപ്പോഴും ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം കേട്ടില്ല? മറ്റാരുടെയോ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. എനിക്കിതിന് ആൻസർ ദൈവം തരണം. ദൈവത്തോട് നിലവിളിച്ചു. ഒരു ദിവസം എൻ്റെ ബെഡ്റൂമിൽ, എൻ്റെ പ്രേയർ റൂമിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കാം. മനസ്സ, എത്രയും പെട്ടെന്ന് നീ സുവിശേഷം അധികം അറിയാൻ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യണം. വീണ്ടും ക്യാമ്പ്. എനിക്കറിയത്തില്ല എവിടെയാണ് ക്യാമ്പ്, എന്ത് ക്യാമ്പ്, എനിക്കറിയില്ല യേശു. ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം രാത്രിയിൽ ഞാനൊരു ദർശനം കണ്ടു. ഞങ്ങളുടെ ബെഡ്റൂമിൽ അർദ്ധരാത്രി 12 മണി. 2 പേരും ഉണർന്നു. ഞാൻ കണ്ടത് ഒരു വലിയൊരു ക്രൂശ് എൻ്റെ ബെഡ്റൂമിൽ വന്നു നിന്നു. എൻ്റെ ചേട്ടൻ കാണുന്നത് ഒരു കൂട്ടം ജനങ്ങളെങ്ങനെ നിരത്തി കിടത്തിയിരിക്കുന്നു. അവർക്ക് വേണ്ടി ചേട്ടൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് മനസ്സിലായി, എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് അന്ന് എനിക്കൊരു ഭയങ്കരമായിട്ടൊരു അഭിഷേകം ദൈവം തന്നു. എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് കോളുണ്ട്. അതിനുവേണ്ടി 2 പേരെയും സമർപ്പിച്ച് പഠിക്കണം, വചനം പഠിക്കണം. എവിടെയെങ്കിലും പോയി അറിവുള്ളവരുമായിട്ട് ദൈവവചനം പങ്കുവെച്ച് എൻ്റെ ശൂന്യതയെ മാറ്റണം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മറുപടി തരുന്ന ഒരു ദൈവത്തെ എനിക്കറിയണം. അതായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ 2 ചോദ്യത്തിനും മറുപടി തരാൻ എൻ്റെ യേശു ഒരച്ചയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ദാരിദ്ര്യം, കഷ്ടത, കടഭാരം, വേദന, നെടുവീർപ്പ്, മാറി മാറി വരുന്ന പ്രതികൂലങ്ങൾ ഞാൻ അങ്ങനെ തളർന്നിരിക്കുമ്പോൾ എൻ്റെ ബെഡ്റൂമിലേക്ക് ഒരു കരം എൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്നു. ആ കരം മുഴുവനും ബ്ലഡ്. ഞാൻ തന്നെ വിളിച്ചു, കർത്താവേ, ആ കരം എനിക്കിനിയും ഒന്ന് കാണാൻ എനിക്ക് കരുത്തില്ല, എനിക്ക് കാണണ്ട കർത്താവേ. അന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ എൻ്റെ വായിൽ നിന്ന് ഒരു പാട്ട് വരുന്നുണ്ട്. മനോഹരമായൊരു പാട്ട്. ഞാൻ വേഗത്തിൽ ഡയറി എടുത്തു. ആ പാട്ടിനെ ഞാനിങ്ങനെ എഴുതാൻ തുടങ്ങി. ആ പാട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരുന്നു. എഴുതി അത് നല്ല കറക്റ്റായിട്ടുള്ള ടൂണ്, കറക്റ്റായിട്ടുള്ള വേർഡുകൾ, ഇതൊക്കെ കണ്ട ദർശനമായിട്ടൊക്കെ മാച്ച് ആകുന്ന ഒരു പാട്ട്. ആ പാട്ട് ഞാൻ മരുഭൂപ്രയാണത്തിൽ ഒറ്റയ്ക്കിരുന്നു ഞാൻ ഒരുപാടു നേരം കരഞ്ഞുപോയി. ഒരുപാടു വേദന മനസ്സിൽ നിറഞ്ഞു. പൊട്ടിക്കരഞ്ഞു ഞാൻ നിലവിളിച്ചു. ആ നേരമേശുവിൻ കരം ഞാൻ കണ്ടു.
എൻ ഭാരമെങ്ങോ മറഞ്ഞു പോയി. ആ നേരമേശുവിൻ കരം ഞാൻ കണ്ടു. എൻ ഭാരമെങ്ങോ മറഞ്ഞു പോയി. എൻ്റെ ബാക്കി വരികളൊക്കെ പിന്നെ പാടാം. അങ്ങനെ ആ പാട്ട് ഞാൻ എഴുതി. ഞാനത് പാടി. എൻ്റെ ശരീരത്തിൽ നിന്ന്, എൻ്റെ മനസ്സിൽ നിന്ന് ഭാരം എന്നേക്കുമായി നീങ്ങിപ്പോയി. ഉടനെ തന്നെ ഒരു നോട്ടീസ് കാണുന്നു. ഞങ്ങൾ ആ നോട്ടീസിന്റെ പിറകെ പോകുന്നു. ആ നോട്ടീസ് അങ്ങനെ ഡുനാമിസ് എന്നാണ്. ആ ഡുനാമിസ് എന്തെന്ന് അന്വേഷിക്കാൻ ഞങ്ങൾ പോയി. ഒരു കൺവെൻഷൻ സ്ഥലമാണ്. ആ കൺവെൻഷന് പോയപ്പോൾ ആ ദേവദാസൻ ഇങ്ങനെ വിളിച്ചു, വനജ, വനജ, യേശു നിന്നെ അപ്പൻ്റെ വേലയ്ക്കായി കണ്ടിരിക്കുന്നു മോളെ, സമർപ്പിച്ചു കൊടുക്ക്. എൻ്റെ യേശു നിനക്ക് ഇന്നൊരു ദർശനം തരും. ദൈവത്തിന് നിന്നോട് പറയാനുള്ളത് മുഴുവൻ ഇന്ന് നിന്നോട് പറയും. നിന്റെ ശുശ്രൂഷ എന്താണെന്ന് നിന്നോട് സംസാരിക്കും. അങ്ങനെ എൻ്റെ ദൈവത്തിന്റെ സന്നിധി ഞാൻ സമർപ്പിച്ചു. ആ കൺവെൻഷന് എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച ആ സന്തോഷം എനിക്ക് അന്ന് കിട്ടി. ഞാൻ അന്യഭാഷ ആദ്യമായിട്ട് പറഞ്ഞു. എത്രയോ ഹൈറ്റില് ഞാൻ അന്ന് കരഞ്ഞ് ദൈവത്തോട് നിലവിളിച്ചത്, ആത്മീയ അനുഗ്രഹം പ്രാപിക്കണമെന്ന് കൊതിച്ച ആ കൊതി എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എൻ്റെ ലൈഫിൽ എനിക്ക് നിറവേറ്റി. ഭയങ്കരമായ അഭിഷേകത്തിൽ ഞാൻ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുക മാത്രമല്ല, അന്യഭാഷ പറയുക മാത്രമല്ല, അന്ന് ആ രാത്രി വെളുക്കുന്നത് ഞാൻ അന്യഭാഷയിൽ പാട്ട് പാടുവാൻ തുടങ്ങി. കൊതി, എൻ്റെ യേശുവിനെ വീണ്ടും കാണണം, എനിക്ക് കാണണം. അവർ വിളിച്ചു, വാ, നിങ്ങൾക്ക് ഞാനൊരു സ്ഥലത്ത് എത്തിക്കാം നിങ്ങളെ, വേഗം വാ, ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യ്. ഞെട്ടലോടെ ഞാൻ ആ ശബ്ദം കേട്ടു. ഒരു ക്യാമ്പിനുള്ള കോള്. ക്യാമ്പിൽ എനിക്ക് പോകാൻ ക്യാഷ് ഇല്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, കുഞ്ഞുമക്കളെ കൊണ്ടുപോകാൻ കഴിയില്ല. പറഞ്ഞു, ക്യാമ്പ്, എൻ്റെ യേശുവിനെ എനിക്ക് കാണണം, എനിക്ക് പ്രാപിക്കണം, എൻ്റെ ശൂന്യത എനിക്ക് മാറണം, എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എനിക്ക് മറുപടി കിട്ടണം. മറ്റാരോ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കായി ഇതുവരെ എനിക്ക് മറുപടി വന്നുകൊണ്ടിരിക്കുന്നേ ഇല്ല. എൻ്റെ പ്രാർത്ഥനയ്ക്ക് എനിക്ക് മറുപടി വേണം. എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കുന്നില്ല? എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് എൻ്റെ യേശുവെ നീ മറുപടി തരുന്നില്ല? എനിക്കതിന് ഉത്തരം വേണം. അങ്ങനെ ഞാൻ വേഗത്തിൽ, അപ്പൊ ഞാൻ ചേട്ടൻ്റെ കൂടെ, ചേട്ടാ വളയുണ്ട്, നമുക്ക് ആ വള വിൽക്കാം, വിറ്റ് ഫീസ് അടച്ച് നമുക്ക് പെട്ടെന്ന് ക്യാമ്പ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഞങ്ങൾ വേഗം കൊണ്ടുവന്ന് വള വിറ്റു. എൻ്റെ കുഞ്ഞുമോനെ കൂടെ കൊണ്ടുപോയി മോളെ കൊണ്ട് മറ്റൊരു വീട്ടിലാക്കിയിട്ട് വേഗം ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തു. ആ ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് ഫസ്റ്റ് ദിവസം പാപമേറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു തലമായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാപമേറ്റ് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പാപമേറ്റ് പറഞ്ഞ് പ്രാർത്ഥിച്ച് അതിനുശേഷം പിറ്റേ ദിവസം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന ക്ലാസ് ആയിരുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. ഞാൻ പരിശുദ്ധാത്മാവിനെ നിറയെ പ്രാപിച്ചു. മൂന്നാമത്തെ ദിവസം സ്നാന ക്ലാസ് ആയിരുന്നു. ഞാൻ നല്ല കുട്ടി ആയതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, രാത്രി 11 മണിക്കകത്ത് ഒരു 10 മണി വരെയൊക്കെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ദാസനോട്, ക്ലാസ് എടുക്കുന്ന ദേവദാസനോട് യുദ്ധമായിരുന്നു. കാരണം സ്നാനപ്പെടാൻ എനിക്ക് ഇഷ്ടമില്ല. ഹല്ലേലൂയ സ്തോത്രം, ആമേൻ ആമേൻ സ്തോത്രം. അങ്ങനെ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാൻ ക്ലാസ് എടുക്കും, ക്ലാസ് കഴിഞ്ഞിട്ട് വനജ പറയണം, വനജ സ്നാനപ്പെട്ടോ. അപ്പോ ഞാൻ ക്ലാസ് കഴിഞ്ഞു, അങ്ങനെ ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല എന്നെനിക്ക് മനസ്സിലായി. എൻ്റെ അപ്പയും അമ്മയും എന്നെ ചർച്ചിൽ കൊണ്ടുപോയതായിട്ട് എനിക്കൊരു അറിവുണ്ട്. വാസ്തവമായിട്ട് അവർ എന്താണ് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. വെള്ളം തളിച്ചതെന്നൊക്കെ എനിക്ക് അറിവുണ്ട്, പക്ഷേ വ്യക്തതയില്ല, എനിക്കൊന്നും അറിയില്ല. പക്ഷേ ഞാൻ ഉറപ്പായി പറയുന്നു, ശരിക്കും ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല. ഓക്കെ, എന്നാ പിന്നെ സ്നാനപ്പെട്ടൂടെ? പിന്നെന്താ? ഞാൻ ആ രാത്രി ഞാൻ പറഞ്ഞു, ആ സത്യം ഞാൻ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇന്ന് രാത്രിയിൽ എൻ്റെ യേശു വന്നാൽ എനിക്ക് പോകാൻ കഴിയത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ പാപത്തിന്റെ മോചനം പൂർണ്ണമാകണമെങ്കിൽ ആ സ്നാനം കൂടിയേ തീരൂ എന്ന ആ മെസ്സേജിന് വേണ്ടിയാണ് എൻ്റെ ഉള്ളം കൊതിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു, രാത്രിയോ പകലോ എനിക്കതൊന്നും അറിയണ്ട, എനിക്കിപ്പോ സ്നാനം വേണമെന്ന് പറഞ്ഞു. ആ ദൈവത്തിന്റെ ദാസൻ വചനം കേട്ട മാത്രയിൽ വിശ്വസിക്കുന്നുണ്ട്. വനജ വിശ്വസിക്കുന്നു? ഓക്കെ, റെഡിയാണോ? റെഡി. ആ ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. ആ രാത്രി 11 മണിക്ക് ഇടിവെട്ടലും മിന്നലും ഭയങ്കരമായി കോരിച്ചെറിയുന്ന മഴയത്ത് എനിക്കും എൻ്റെ ചേട്ടനും അതിനോടൊപ്പം കുറച്ച് ആൾക്കാർക്കും സ്നാനമേൽക്കാനിടയായി.
സ്നാനം അങ്ങോട്ട് കഴിഞ്ഞു. അടുത്ത ക്ലാസ് ഹല്ലേലൂയ കൃപാവരങ്ങളെ കുറിച്ച്. ആ കൃപാവരങ്ങളെയും പ്രാർത്ഥിച്ചും പ്രാപിച്ചും പ്രാർത്ഥിച്ചും പ്രാപിച്ചും നേടി. അടുത്ത ക്ലാസ് ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. അധികാരത്തിന്റെ ക്ലാസ്. അധികാരത്തിന്റെ ക്ലാസ്സുകളും എല്ലാം ഒത്തിരി അധികാരങ്ങളെ പ്രാപിക്കാൻ എൻ്റെ ദൈവം കൃപ ഒരുക്കി. അത് എങ്ങനെയെങ്കിലും അല്ല, ആരും പറഞ്ഞിട്ടല്ല. എൻ്റെ ആത്മാവിന്റെ കണ്ണ് തുറന്ന് ശരിക്കും ദൈവം ചില അധികാരങ്ങൾ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ, എൻ്റെ ആത്മാവിന്റെ കണ്ണ് തുറന്ന് കാണുവാനും പ്രാപിക്കാനും ഇടയായി തീർന്നു. അങ്ങനെ അന്ന് രാത്രിയിൽ എൻ്റെ യേശുവിനെ എനിക്ക് കാണാൻ കൊതി. ആത്മവശതയെ കുറിച്ച് ക്ലാസ് എടുക്കുന്നുണ്ട്. എനിക്ക് കൊതി. ഞാൻ പറഞ്ഞല്ലോ, എന്ത് എനിക്ക് വേണമെന്ന് തോന്നിയാൽ എനിക്ക് വേണം. എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി, പാപത്തിന്റെ ക്ലാസ് പഠിപ്പിച്ച ദിവസം അദ്ദേഹം യോഹന്നാൻ 9:31 വായിച്ചു. എന്റെ ചോദ്യത്തിന് മറുപടി ആദ്യത്തെ ദിവസം വന്നു ക്യാമ്പിലൂടെ. എന്താണ്? പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും, ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന അത്രേ ദൈവം കേൾക്കുന്നു എന്ന്. ഇത് എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് അങ്ങ് സ്പർശിച്ചു. സ്തോത്രം. ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചു, ഞാനൊരു പാപിയാണ്. അതാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാതെ പാപം മോചിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ കുഞ്ഞിന് വിടുതല്, എനിക്ക് വിടുതലൊക്കെ സംഭവിച്ച കാരണമൊക്കെ ഇതാണ് എന്ന് ഞാൻ വ്യക്തമായി ഗ്രഹിച്ചു. ഹല്ലേലൂയ. എനിക്ക് ആമേൻ, ആ ശൂന്യത, എൻ്റെ ഹൃദയത്തിലെ ശൂന്യത എന്നേക്ക് മാറിപ്പോയത് ആ പാപം ആ രാത്രിയിൽ ഞാൻ ചെറിഞ്ഞു. എന്തെങ്കിലും പാപം എൻ്റെ ജീവിതത്തിലുണ്ടോ അപ്പ? കാരണം കുഞ്ഞുനാൾ മുതൽ പാപം ചെയ്യാൻ ഭയപ്പെടുന്ന ഒരാളാണ്. ഒരാൾ എന്നെ നോക്കുന്നത് ഇഷ്ടമില്ല, സംസാരിക്കുന്നത് ഇഷ്ടമില്ല, ആവശ്യമില്ലാത്ത ഒരു കാര്യം എനിക്ക് ഇഷ്ടമില്ല. കാരണം കുഞ്ഞുനാൾ തൊട്ട് ഒരു 3 വയസ്സ് തുടങ്ങി എൻ്റെ പ്രിയനുമായിട്ട് എനിക്ക് ഭയങ്കര അടുപ്പം. ആരും അറിയില്ല, എൻ്റെ വീട്ടുകാർക്ക് ആർക്കും അറിയാത്ത ഒരു ഭയങ്കര ബന്ധം ഞാൻ യേശുവായിട്ടുണ്ടായിരുന്നു. അപ്പോ അതുകൊണ്ട് എനിക്ക് കർത്താവിനെ കേൾക്കാനും കാണാനും പ്രാപിക്കാനും ഭയങ്കര കൊതിയാണ്. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അന്ന് എൻ്റെ യേശുവിനെ കുറിച്ച് ഞാൻ കൂടുതൽ കൂടുതൽ കിട്ടും തോറും ഞാൻ ആർത്തിയോടെയായിരുന്നു ഭക്ഷിച്ചത്. അപ്പോ യേശുവിനെ കാണാനും കഴിയുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആർത്തിയായി. എൻ്റെ യേശുവിനെ എനിക്ക് കാണണം. അപ്പൊ പാപമോചനം ഞാൻ തിരക്കി. എന്തെങ്കിലും ഉണ്ടോ? ഞാൻ 5 രൂപ കട്ട് കപ്പലണ്ട് മുട്ടായി മേടിച്ചു തിന്നത്, കള്ളം പറഞ്ഞത്, ദേഷ്യം കാണിച്ചത്, മറ്റുള്ളവർ പറഞ്ഞത്, ഹല്ലേലൂയ വിഷമത്തോടെ സങ്കടത്തോടെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചത്, മറ്റാരെ ഉപദ്രവിച്ചില്ലെങ്കിലും മറ്റുള്ളവർ തരുന്ന വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും നെടുവീർപ്പുകളും എല്ലാം ഉള്ളിനകത്ത് സൂക്ഷിക്കുന്ന നല്ലൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. അന്ന് അറിയത്തില്ല ഇതൊന്നും സൂക്ഷിക്കേണ്ട സാധനമല്ലെന്ന്. ഇത് നിമിത്തം ഒത്തിരി വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ഞാൻ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാന് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന്റെ സന്നിധിയില് എൻ്റെ കുഞ്ഞു കുഞ്ഞു പാപന്മാരെ എൻ്റെ പ്രിയനെ ഓർപ്പിച്ച രാത്രിയായിരുന്നു ആദ്യത്തെ രാത്രി. എനിക്ക് പാപമോചനം ലഭിച്ചു. എൻ്റെ സ്നാനത്തിലൂടെ പാപം പൂർണ്ണമായി മോചിക്കപ്പെട്ടു. ഞാൻ ഫ്രീ ആയി. എൻ്റെ ഹൃദയം സന്തോഷത്താൽ തുള്ളിച്ചാടാൻ തുടങ്ങി. എനിക്ക് പുതിയ ഒരു ഹൃദയം എൻ്റെ ദൈവം തന്നു. ആ പുതിയ പാത്രത്തിലേക്ക് കണക്കില്ലാതെ പകർന്നു തുടങ്ങി. കണക്കില്ലാതെ പകർന്ന് 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 അവസാനം ഞാൻ നിലംപതിച്ചു. ആ നേരം ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് യേശുവിനെ കാണണം, എനിക്ക് യേശുവിന്റെ ശബ്ദം കേൾക്കണം അപ്പാ. ഞാൻ നിലവിളിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ആമേൻ സ്തോത്രം. ക്യാമ്പിന്റെ ആമേൻ 5-ാമത്തെ ദിവസം ആ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ദാസനോട് പറഞ്ഞു, മോളെ, എൻ്റെ യേശു മോളെ എടുത്തുകൊള്ളാൻ ആഗ്രഹിക്കപ്പെടുകയാ. ആ സ്വർഗരാജ്യത്തിന്റെ അകത്തളത്തിലേക്ക് കൊണ്ടുപോകാൻ മോളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു പറഞ്ഞു. അന്ന് എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ മറക്കാൻ പറ്റാത്തൊരു പകൽ വേണ്ട. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി കൊതിച്ച എൻ്റെ പ്രിയനെ ആദ്യമായിട്ട് കാണാൻ എൻ്റെ യേശുവിൻ്റെ അടുക്കലേക്ക്, ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിന്റെ ദാസൻ പാടി, എൻ ദൈവമേ ഇതാ നിൻ സമീപേ അങ്ങനെ ചെറുപ്പതോ ക്രൂശായാലും എൻ്റെ പ്രിയൻ എനിക്ക് തന്നത്, എന്നെ വിളിക്കുമ്പോൾ തന്നത് ക്രൂശാണ്.
ആമേൻ. ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുത്ത് എൻ്റെ കർത്താവിനെ സ്വീകരിച്ച് അവൻ തന്നത് പഠിച്ചതെല്ലാം പഠിപ്പിച്ചതെല്ലാം പഠിച്ച് ഞാനത് പ്രാപിക്കേണ്ടത് പ്രാപിച്ചപ്പോൾ എനിക്ക് കൂളായിട്ട് എൻ്റെ കർത്താവിൻ്റെ കൂടെ ഹല്ലേലൂയ ആത്മവിശുദ്ധിയിലൂടെ എനിക്ക് എൻ്റെ സ്വർഗരാജ്യത്തിലേക്ക് കടക്കാൻ കഴിയും. 4 മണിക്കൂർ ഞാനും എൻ്റെ യേശുവുമായിട്ട് സ്വർഗരാജ്യത്തിൽ ചിലവഴിച്ച നിമിഷം. ഹല്ലേലൂയ 4 മണിക്കൂർ. ആമേൻ. ഒരു ഡെഡ് ബോഡി ഇട്ടിരിക്കുന്നത് പോലെ തുണി മൂടിയിട്ടിരുന്നു ക്യാമ്പിന് സമയത്ത്. എന്റെ കർത്താവ് എന്നെ കൊണ്ടുപോയി. ആദ്യം കൊണ്ട് 3 സിംഹാസനം കിടക്കുന്ന സ്ഥലത്ത് എന്നെ കൊണ്ടുപോയി. ഹല്ലേലൂയ. എന്റെ യേശുവിനോട് സംസാരിച്ചു തുടങ്ങി. അവിടെ ചെന്നും ചില അധികാരങ്ങൾ കൈമാറി. എന്റെ കർത്താവിനോട് ഇടപെട്ടു. എന്നോട് സംസാരിച്ചു. എന്നോട് പറഞ്ഞു, ഇത്രയും ഏറെ നീ എന്നെ സ്നേഹിച്ചു. ഞാനും നിന്നെ സ്നേഹിക്കുന്നതിന്റെ കാരണങ്ങൾ ഒത്തിരിയുണ്ട്. നീ ആഗ്രഹിച്ചു എൻ്റെ അടുത്ത് എത്താൻ. ഹല്ലേലൂയ. നിന്നെ ഞാൻ എൻ്റെ അടുത്തിൽ എത്തിച്ചു. ഇനി ഹല്ലേലൂയ. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് അനുജ? ഹല്ലേലൂയ. നോക്ക്, ഞാൻ ചിലത് നിന്നെ ഏൽപ്പിക്കാൻ പോവുകയാണ്. നീ ചില ശുശ്രൂഷകൾ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ചിലത് നിന്നെ ഏൽപ്പിക്കുന്നതിനെ വിശ്വസ്തയോടെ സൂക്ഷിച്ച് ചില കാര്യങ്ങളെ നീ ചെയ്തെടുക്കണം. എന്നിട്ട് എൻ്റെ ദൈവം എൻ്റെ പിൽക്കാലത്തെ കുറിച്ച് ഇങ്ങനെ കാണിച്ചു. 3 ദിവസം 3 കാര്യം സംഭവിച്ചു. ഒരു ദിവസം എൻ്റെ വീട്ടില് ഒരു പയ്യനും, അവൻ ഏകദേശം ഒരു 20-21 വയസ്സ് വരും, ഒരു സുന്ദരനായൊരു എന്നോടൊന്ന് ചോദിച്ചു. പപ്പയില്ല, അമ്മയില്ല, ആരുമില്ല. എന്നോടൊന്ന് ചോദിച്ചു, എനിക്ക് പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാൻ ക്യാഷ് ഇല്ല, തരാവോ? തരാമല്ലോ. ഞാൻ ഓടിച്ചെന്ന് എൻ്റെ ബ്രദറിന്റെ റൂമിൽ ചെന്ന് പുള്ളി ചോദിച്ച ക്യാഷ് അത്ര എടുത്തു കൊടുത്തു. പുള്ളി അപ്രത്യക്ഷമായി. ഞാൻ പേടിച്ചു പോയി. ഞാൻ പുള്ളിയെ തിരഞ്ഞു, പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. 2ാമത്തെ പ്രാവശ്യം ഒരു അമ്മാമ്മ, ഞാൻ മക്കൾക്ക് രാവിലെ സ്കൂളിൽ പോകാൻ ചോറ് കിട്ടുന്ന സമയത്ത് വന്നിട്ട് ചോദിച്ചു, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഇച്ചിരി ആഹാരം തരാമോ? ഞാൻ തരാലോ അമ്മമ്മ, ഇരിക്കും, പെട്ടെന്ന് ഇരിക്കും. ഞാൻ വേഗത്തിൽ ചില കാര്യങ്ങൾ ചെയ്ത് പാത്രത്തിൽ ആഹാരം കൊടുത്തു. എൻ്റെ മുൻപ് വെച്ച് കഴിക്കുകയും ചെയ്തു. പിന്നെ പാത്രം തന്നു. പിന്നെ ഞാൻ അവരെ കണ്ടില്ല. ഞാനിവിടെ എല്ലാം നോക്കിയിട്ടും അവരെ കണ്ടില്ല. 3ാമത്തെ ദിവസം ഒരാള് ഞങ്ങളുടെ വീട്ടിൽ വരികയാണ്. സ്തോത്രം. വീട്ടിൽ വരികയാണ്. അപ്പോ നോക്കിയപ്പോ കണ്ടാൽ ഭിക്ഷക്കാരനാണോ എന്ന് നോക്കിയാലല്ല ആളിന്റെ വേഷവിധാനം. ആള് നല്ല വൃത്തിയുള്ള വസ്ത്രമാണ്. പക്ഷേ ഒരു ഭിക്ഷക്കാരന്റെ ഒരു വാടിയൊരവസ്ഥ, വിശക്കുന്നൊരവസ്ഥ, അത് കണ്ടാൽ അറിയാം. എൻ്റെ മനസ്സിൽ പണ്ടേ കുഞ്ഞുനാളിലെ ഒരു രോഗിയെ കണ്ട, ഒരു ആരെങ്കിലുമൊക്കെ വഴി കിടക്കുന്നവരൊക്കെ എടുത്തുകൊണ്ട് വരും. വീട്ടിൽ കൊണ്ടിട്ടൊക്കെ അവരെ ഡ്രസ്സൊക്കെ കഴുകി ഭക്ഷണമൊക്കെ കൊടുത്തവരെ സംരക്ഷിക്കുന്നൊരു കാര്യം കുഞ്ഞുനാളിലേ എനിക്കത് ആഗ്രഹമാണ്. ഞാനത് ഒത്തിരി പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാന് ചേട്ടനോട് കേട്ട, വിളിക്ക് വീട്ടിനകത്ത് വിളിക്ക്, ആഹാരം കൊടുക്കാം, നമുക്ക് നല്ല ആഹാരം വെച്ചിട്ടുണ്ട്, നല്ല ചോറുണ്ട്, മീനുണ്ട്, എല്ലാം ഉണ്ട്, വിളിക്കേട്ടാന്ന് പറഞ്ഞ് വിളിച്ചു. ദൈവത്തെ വിളിച്ചു. ഞങ്ങൾ കഴിക്കുന്ന പാത്രത്തിൽ ചോറ് വിളമ്പി, സെപ്പറേറ്റ് എല്ലാ കറികളും വിളമ്പി, കൈ കഴുകാൻ വെള്ളം കൊടുത്തു, കൈ കഴുകി. എല്ലാം കഴിഞ്ഞു. ചോറ് കഴിച്ചു. തിരിച്ചു വെളിയിറങ്ങി, കൈ കഴുകാൻ വെള്ളം കൊടുത്തു, കൈ കഴുകി. ആള് ബായ് പറഞ്ഞു, ക്യാഷും കൊടുത്തു. ഒറ്റ വീട്ടിലും പോയില്ല. ആളങ്ങ് നടന്നു പോയി. അതിങ്ങനെ അപ്രത്യക്ഷമായല്ല, നടന്നങ്ങ് പോയി. ഈ 3 കാര്യവും എൻ്റെ യേശുവിനെ കാണിച്ചു. ആരാന്നറിയോ ഇത്? അറിയില്ല. പക്ഷേ നീ അറിയാതെ എന്നെ പോറ്റി. ഇത് ഇഷ്ടമായിരിക്കും. എൻ്റെ സുവിശേഷ വേലയിൽ ഏറ്റവും പ്രധാനം ഇതാണ്. അല്ലെങ്കിൽ എനിക്ക് സന്തോഷമായി. അതുകൊണ്ട് മോൾ ആഗ്രഹിച്ചതൊക്കെ മോക്ക് ഞാൻ ചെയ്തു തന്നത്. അങ്ങനെ എൻ്റെ 4 മണിക്കൂർ ഒത്തിരി കാര്യം അതിനുള്ളിലുണ്ട്. ഹല്ലേലൂയ. 4 മണിക്കൂർ എൻ്റെ പ്രിയനുമായിട്ട് അവിടെ ചിലവഴിച്ച നിമിഷങ്ങൾ. എന്നിട്ട് ഞാൻ മടങ്ങി വന്നു.
ഒരു 3 മാസത്തോളം പിന്നെ എനിക്ക് ശരിക്കും ദർശനം കാണും, അവിടെ ഇരിക്കും, കിടക്കും, പ്രാർത്ഥിക്കും, ആഹാരമൊന്നും ശരിക്കും ഇറങ്ങത്തില്ല, ആ ഒരവസ്ഥയിലായിരുന്നു. പിന്നെയും ഇതുപോലെ ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യും. പിന്നെയും ആത്മവശതയിലെ യേശുക്രിസ്തുവിനടുത്ത് പോകും. ആ സ്ഥലത്തല്ല പോയത്, അടുത്ത വേറെ സ്ഥലങ്ങളിലാണ്. ഒരുപാട് സ്വർഗത്തിന്റെ പല ഭാഗങ്ങൾ കാണാൻ യേശുക്രിസ്തു കൊണ്ടുപോയി. നദികള്, അവിടുത്തെ വൃക്ഷങ്ങള്, ഫലങ്ങള്, ഒത്തിരി ഒത്തിരി അതൊക്കെ കണ്ടാൽ കൊതി തീരാത്ത പല അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ കർത്താവ് അങ്ങനെ ഒത്തിരി ആത്മീയമായിട്ട് അങ്ങനെ ഒരുപാട് ഞങ്ങളെ വളർത്തി. അപ്പോഴും ദാരിദ്ര്യമുണ്ട്, കഷ്ടപ്പാടുണ്ട്, ഇതിനിടയിൽ വിഷമമുണ്ട്, പട്ടിണിയുണ്ട്. ഒരു ദിവസം മുഴു പട്ടിണിയായി. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം മുഴു പട്ടിണിയായി. ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, അപ്പാ നോക്കിയേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തേയിലയിട്ട് കൊടുക്കാനില്ല, പാലില്ല, തേയിലയില്ല, ആഹാരമില്ല, അരിയില്ല, പഞ്ചസാരയില്ല, ഒന്നുമില്ല. ആ ഒന്നുമില്ല യേശപ്പാ. എന്നിട്ട് ഞാൻ പറഞ്ഞു, നോക്കിയേ, ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലെന്നല്ലേ പറഞ്ഞത്. അതെ, ഈ വാക്കെന്റെ പ്രിയൻ കേട്ടു. ഹല്ലേലൂയ. ഞാന് വെളിയിലിറങ്ങിയപ്പോ ഒരു കാർ വന്ന് വെളിയിൽ നിൽക്കുക, ഒരു വലിയ വെള്ളക്കാർ. അതിൽ നിന്നൊരാള് പുറത്തിറങ്ങി വന്നു, ഓടി വീട്ടിനകത്ത് കയറി. ഞാൻ ചിരിച്ചുകൊണ്ട് ഓടിപ്പോയി ചോദിച്ചു, അയ്യോ ഇതാരാ, കുടിക്കാൻ എന്നാ വേണ്ടേ? കുടിക്കാനൊന്നും വേണ്ട. കഴിക്കാൻ എന്താ വേണ്ടേ? കഴിക്കാനും വേണ്ട. കഴിച്ചു, കുടിച്ചു. ക്രിസ്മസ് അല്ലേ, മക്കൾക്ക് എന്തെങ്കിലും വേണ്ടേ എന്ന് പറഞ്ഞ് 2 മക്കളുടെയും കരത്തിൽ നിറയെ പൈസ വെച്ച് കൊടുത്തിട്ട് പുള്ളി ഇറങ്ങിപ്പോയി. അപ്പോൾ ചിന്തിച്ചേക്കാം, എന്തുകൊണ്ട് ഇവര് അല്ല, അങ്ങനെ അല്ല. എൻ്റെ ദൈവം എന്നെ പഠിപ്പിച്ച്, എന്നെ വളർത്തി, എന്നെ വലുതാക്കി കൊണ്ടുവരുമ്പോൾ അവിടെ ആരുമല്ല സഹായിക്കണ്ടേ, എൻ്റെ പ്രിയൻ്റെ ആ ചൂടും തണുപ്പും ഒക്കെ അനുഭവിച്ച് തന്നെ വളരണം. എങ്കിലേ ആ കർത്താവിന് വേണ്ടി അവസാനത്തോളം നിൽക്കാൻ കഴിയും. ഇല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? തളർന്നു പോകും. ഹല്ലേലൂയ. അന്ന് ഉടനെ തന്നെ എൻ്റെ ലൈഫിൽ ഒരു പരീക്ഷയും കൂടെ വരുവാണ്. തൊട്ടടുത്തുനിന്ന് ഒരു ഫോൺ വരുന്നു പെട്ടെന്ന്. എന്താണ്? അതെ, മോളെ, എൻ്റെ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ പട്ടിണിയിലാണ്, എന്തെങ്കിലും ഞങ്ങളെ സഹായിക്കണം. ചേട്ടൻ ഇവിടെ നിന്ന് മക്കൾക്ക് ആഹാരം ഇല്ലാതെ ഇറങ്ങിപ്പോയി, അവരെ കാണാൻ വയ്യാതെ ഇറങ്ങിപ്പോയതാ. കുറെ കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ട് ആ, ചോദിച്ചു, ഇതെന്താ, ഇതെവിടെ നിന്ന് ഈ പൈസ? ഞാൻ പറഞ്ഞു, പൈസ ഇവിടെ നിന്നൊക്കെ പറഞ്ഞു തരാം. പെട്ടെന്ന് ഇന്ന സ്ഥലത്ത് പോയി അവർക്ക് വേണ്ട അരിയും സാധനങ്ങളും പലവ്യഞ്ജനവും എല്ലാം മേടിച്ചു കൊടുത്ത് അവരെ ഒരാഴ്ച കൊണ്ട് പട്ടിണിയില്ലെന്ന് എന്നെ വിളിച്ചായിരുന്നു. ഏട്ടൻ പോയി വേഗം പോയി മേടിച്ച് കൊടുത്തിട്ട് വന്ന് നമുക്ക് സാധനം മേടിച്ച് തന്നാൽ മതി, സമാധാനമുണ്ട്, കാരണം ക്യാഷ് കിട്ടി. അങ്ങനെ ആ ഒരൊറ്റ ദിവസം. അതിന് മുമ്പ് ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. ഇതുപോലെ പാല് കുടിക്കാൻ കൊതിയുണ്ട്, അവന് പാലില്ല. അവന് ഫ്രൂട്ട്സ് കഴിക്കാൻ കൊതിയുണ്ട്, രണ്ടുപേർക്കും ഫ്രൂട്ട്സ് ഒന്നും മേടിച്ചു കൊടുക്കാൻ പൈസയില്ല. നല്ല വസ്ത്രം ഇടാൻ കൊതിയുണ്ട്, അതൊന്നും അവർക്ക് കിട്ടുന്നില്ല. അപ്പോഴും എൻ്റെ കർത്താവിലുള്ള വിശ്വാസവും ആ ദൈവ സ്നേഹവും സന്തോഷവും ഒക്കെ എന്ന് വെച്ചാൽ അത് അതാർക്കും പറഞ്ഞു തരാൻ പറ്റുന്ന ഒന്നല്ല. അതിൻ്റെ മറവിൽ ഇതൊന്നും ഞങ്ങൾക്കൊരു വിഷയമായിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം എൻ്റെ മോൻ ചെന്ന് അടുത്ത വീട്ടിലൊരു കുഞ്ഞിന് ആ മഞ്ഞ നോവുന്ന കിടക്കുക. അവനവൻ്റെ അമ്മ പാല് കാച്ചി കൊടുക്കുന്ന ഒളിച്ചു നിന്ന് കണ്ടിട്ട് അവനവനോട് ചോദിച്ചു, ചേട്ടാ ഇച്ചിരി പാല് തരാമോ? അവൻ പെട്ടെന്ന് കൊടുത്തു. ഇത് കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ഞാൻ കണ്ടുകൊണ്ട് വന്നു. ആർക്കും സഹിക്കാൻ കഴിയുന്നൊരു കാര്യമായിരുന്നില്ല അത്. ഞാൻ ഓടി വന്ന് മുഴങ്കാൽ മുടക്കിയിട്ട് പറഞ്ഞു, എൻ്റെ പിതാവേ, ഇനി എനിക്കത് കാണാൻ കഴിയില്ല. ദാരിദ്ര്യം നല്ലതാ, പട്ടിണി നല്ലതാ, പക്ഷെ മറ്റുള്ളവർ അറിഞ്ഞല്ലോ കർത്താവേ. ഞങ്ങളുടെ ദാരിദ്ര്യം, വേദനയും, വിഷമവും, സങ്കടമൊന്നും ആരും അറിയാറില്ല. പക്ഷെ പിതാവേ, എൻ്റെ അപ്പ, ഇനിയും വേണ്ട, എൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കണം, ആഹാരം കൊടുക്കണം, എൻ്റെ ദൈവത്തോട് കരഞ്ഞു. അതിനുശേഷം ഇന്നേ വരെ എൻ്റെ ദൈവം അവന് പാലിനും ഫ്രൂട്ട്സിനും ഭക്ഷണത്തിനും ഒന്നിനും ഒരു കുറവും എൻ്റെ ദൈവം വച്ചിട്ടില്ല. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം അന്ന് എനിക്ക് മറുപടി അയച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ പ്രാർത്ഥനയ്ക്ക് ദൈവം കൃത്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മറുപടി കിട്ടി തുടങ്ങി. കാരണം ഞാൻ എന്തല്ല
ഞാനൊരു പാപിയല്ല, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, എൻ്റെ ശൂന്യതയെ ദൈവം മാറ്റി, എൻ്റെ ജീവിതത്തിൽ വലിയ ചെയ്തു. എൻ്റെ ഞങ്ങള് ആമേൻ സ്തോത്രം. ആണ് എൻ്റെ ഹസ്ബൻഡ് 2019 മുതൽ അന്ന് എടുത്ത തീരുമാനത്തിൽ തന്നെ ആൾ ഉറച്ചു നിന്നു. കുറച്ച് നാളുകൂടെ ജോലിക്ക് പോയി. 2009 ഡിസംബർ മാസം 31 ദൈവശബ്ദം കേട്ട് 41 ദിവസം ഉപവാസിയിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങള് ആമേൻ ഫുൾ ടൈം കർത്താവിന്റെ വേല സ്റ്റാർട്ട് ചെയ്യുന്നു. 2010 ഞങ്ങളുടെ മിനിസ്റ്റർ രജിസ്ട്രേഷൻ ചെയ്തു. ഞങ്ങൾ അറിയാതെ അങ്ങനെ ഒരു ദൈവദാസൻ വന്നു. കാരണം അന്നത്തെ ദിവസവും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. എൻ്റെ കുഞ്ഞ് ബിസ്ക്കറ്റിന്, ഒരു കവർ ബിസ്ക്കറ്റിന് അവൻ പറയും, അമ്മ എനിക്ക് കൊതി വരുന്നു, ഒരു മുട്ടായി എങ്കിലും മേടിച്ച് തന്നാൽ മതി, അപ്പയ്ക്ക് വേറെ ഒന്നും വേണ്ടെന്ന് പറയും. ആ ഒരു മുട്ടായിക്ക് പോലും ഞങ്ങളുടെ കയ്യിൽ ക്യാഷില്ല. അപ്പോൾ അമ്മ ബിസ്ക്കറ്റിനൊക്കെ അറിയാം. അന്നൊരു ദൈവത്തിന്റെ ദാസൻ കയറി വന്നിട്ട് പറഞ്ഞു, എന്തിനാണ് കരയുന്നത് കുഞ്ഞ്? ഞാൻ പറഞ്ഞു, കള്ളം പറഞ്ഞില്ല. അവൻ ബിസ്ക്കറ്റിനകത്തിണങ്ങി പോക്കറ്റിൽ കൈയിട്ടിട്ട് ക്യാഷ് എടുക്കാൻ തുടങ്ങി. പറഞ്ഞു, ഒരിക്കലും അരുത് പാസ്റ്ററെ, എൻ്റെ കുഞ്ഞുങ്ങൾ ഇല്ലായ്മയിൽ വളരണം. ഇല്ലായ്മയിൽ വളർന്നാൽ മാത്രമേ മറ്റുള്ളവരുടെ ഇല്ലായ്മയിൽ അവരെ പങ്കുചേരത്തുള്ളൂ. ഇന്ന് സമൃദ്ധി കിട്ടിയാൽ അവരെന്നും സമൃദ്ധിയിലേക്ക് തിരിയും. ഇല്ലായ്മയിൽ വളരുന്ന മക്കൾ ഒരിക്കലും സമൃദ്ധി കണ്ടാലും ദൈവസ്നേഹത്തിൽ നിന്ന് മാറിപ്പോകത്തില്ല. പാസ്റ്റർ, ക്യാഷും വേണ്ട, ബിസ്ക്കറ്റും വേണ്ട, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയാകും. അങ്ങനെ പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഒരു മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്യും, ഇതിനകത്തൊരു ആരാധന കാണുന്നു, ഇതിനകത്ത് നിങ്ങൾ എങ്ങനെ ഇതിനകത്തൊരു മീറ്റിംഗ് നടത്തും എന്ന് ചിന്തിക്കുന്നു. അല്ല, ചില വ്യക്തികളെ നിങ്ങളിലൂടെ സൗഖ്യമാക്കി ഇതിനകത്ത് ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് അഭിഷേകമൊക്കെ പ്രാപിച്ചതിന് ശേഷം CCയിലോട്ട് ഒരാഴ്ച മാത്രമേ പെട്ടുള്ളൂ. പിന്നെ ഒരിക്കലും പോയിട്ടില്ല. ഞങ്ങൾ ആത്മീയമായിട്ട് തന്നെ, ആത്മീയ കൂട്ടായ്മയിൽ തന്നെ ഞങ്ങളായിരുന്നു. ഇതിനിടയ്ക്ക് വീട്ടില് ഓരോരുത്തരായിട്ട് ഞങ്ങൾ നടന്നു വരുമ്പോൾ ചിലർ വെള്ളം കൊണ്ടുവരുന്നു, പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിക്കാറുണ്ട്. അങ്ങനെ പലരും പല അത്ഭുതങ്ങൾ ഞങ്ങളിലൂടെ കണ്ട ദേവദാസൻ പറഞ്ഞതുപോലെ തന്നെ ചില വ്യക്തികൾ ഞങ്ങളുടെ വീട്ടിനകത്ത് വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാതെ തന്നെ സൗഖ്യം പ്രാപിച്ചു പോകുന്ന തരത്തിലേക്ക് വന്നു. പൈശാചിക ശക്തികളായാലും ആമേൻ കൈവിഷമായാലും എന്താണെങ്കിലും ഏത് രോഗികൾ വന്നാലും ഞങ്ങൾ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ സൗഖ്യമാകാൻ തുടങ്ങി. അങ്ങനെ ഒരാൾ വന്ന്, 2 പേര് വന്ന്, 3 പേര് വന്ന് ഞങ്ങളുടെ വീട്ടിനകമൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഒടുവിൽ എൻ്റെ യേശുവിനോട് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, കരയണ്ട, വീട് നിറഞ്ഞ് ആമേൻ വീട് നിറയും. അത് കഴിഞ്ഞിട്ട് ടാർപ്പ് കെട്ടി അതിനുള്ളിൽ ആരാധിക്കും. അത് കഴിഞ്ഞിട്ട് ഷീറ്റ് ഇടേണ്ട അവസ്ഥ തരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ വാർത്തൊരു കെട്ടിടം തരും. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ തന്നെ ദൈവം ചെയ്തു. ഞങ്ങള് ആദ്യം വീട് നിറച്ച് ആൾക്കാർ വന്നു. ഞങ്ങള് ദൈവം തന്ന ശുശ്രൂഷ 2 ചർച്ചില്, 2 സഭയില് ഞങ്ങളായിരുന്നു. ആദ്യം ഞങ്ങള് രക്ഷിക്കപ്പെട്ട ചർച്ചില് 2 വർഷം, അത് കഴിഞ്ഞ് ദൈവാത്മാവ് സംസാരിച്ചു. മറ്റൊരു ചർച്ചിലേക്ക്, ഒരൊഴിഞ്ഞ ചർച്ചിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. അവിടെ ഒരു 5 വർഷം, ഞങ്ങള് 3 വർഷം വിശ്വാസികളായിട്ടും 2 വർഷം കർത്താവിന്റെ നിയോഗപ്രകാരം ചേട്ടനും ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ശുശ്രൂഷകരായിട്ട് 2 വർഷം ചർച്ചിലായിരുന്നു. ആ സമയത്ത് തന്നെ ഞങ്ങളുടെ വീട്ടിലും നിറയെ ആൾക്കാർ വരും. ഒരുപാട് ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളൊക്കെ നടക്കുവാനും മീറ്റിങ്ങുകൾ നടക്കാനും ഒരുപാട് രോഗികൾ വരുന്ന ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആമേൻ, അനാഥര്, വിധവമാര്, ആമേൻ സ്തോത്രം, ക്യാൻസർ രോഗികള്, പല വ്യക്തികളും, ഭിക്ഷക്കാര് വരെ, ഭ്രാന്ത് പിടിച്ചവര്, ഇങ്ങനെ പലരും ഞങ്ങളുടെ വീട്ടില് വരാൻ തുടങ്ങി. അങ്ങനെ വന്ന് വന്ന് ഞങ്ങളുടെ വീട്ടിൽ താമസിപ്പിച്ചും ഞങ്ങളുടെ ഭക്ഷണം വിളമ്പി കൊടുത്തും ഞങ്ങളുടെ വസ്ത്രം പങ്കു കൊടുത്തും ഒക്കെ അവരെയൊക്കെ സംരക്ഷിച്ചും അങ്ങനെ ഞങ്ങളൊരു കൊച്ചു മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തതാണ്. ഞങ്ങളുടെ ആ വീട്ടില് പിന്നെ എന്താണ്, ആ വീടൊക്കെ നിറഞ്ഞു കവിഞ്ഞ് ഞങ്ങളടുത്ത് ടാർപ്പ് കിട്ടി അതിനുള്ളിൽ ഞങ്ങൾ വീട്ടിന്റെ മുറ്റത്ത് ഞങ്ങൾ ആരാധിച്ചു. ടാർപ്പയൊക്കെ പൊട്ടി അത് മേടിക്കാനും പൈസയില്ല, വല്ലാത്തൊരവസ്ഥയിലായിരുന്ന സമയത്ത് എൻ്റെ ദൈവം ഷീറ്റ് ഇടാനുള്ള ഭാഗ്യം ദൈവം തന്നു. ആ ഷീറ്റിലും ഞങ്ങൾ വിശ്വസ്തരായിരുന്ന ആ വെയിലത്തേക്ക് ഇരുന്ന് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സമയത്ത് ദൈവമേ, ഞങ്ങളുടെ ലൈഫില് പിന്നെ വന്നത് മൊത്തം കേസ്, പോലീസ്, നാട്ടുകാരുടെ തെറിവിളി, ഭയങ്കര പ്രശ്നമായിരുന്നു.
അവിടെയും ഞങ്ങൾ തളർന്നില്ല, തകർന്നില്ല. ദൈവം തന്ന ശുശ്രൂഷയെ, ദൈവം ആഗ്രഹിച്ച നന്മയെ തന്നത് ആ ക്രിസ്തുവിനെ കിട്ടിയത് ഒരിക്കലും നഷ്ടപ്പെടാൻ ഞങ്ങൾ തയ്യാറായില്ല. ഏട്ടനും മക്കളും ഞങ്ങളും ഒക്കെ ക്യാമ്പുകൾ, ഒത്തിരി ഒത്തിരി ക്യാമ്പുകൾ പങ്കെടുത്ത് ഞങ്ങൾ ശക്തി പ്രാപിച്ച്, ബലം പ്രാപിച്ച്, അതിനനുസരിച്ച് ഈ 2 ചർച്ചിലും ദൈവം തന്ന ആത്മാക്കളെ പണിയാനും അവരെ ക്രിസ്തുവിന്റെ രാജ്യത്തിന് ഓഹരിക്കാരാക്കാനൊക്കെ ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടെ രജിസ്റ്റർ ചെയ്ത് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചതിന് പ്രകാരം ഞങ്ങൾ ആ സൺഡേ മീറ്റിംഗ് ആരംഭിച്ചു. എൻ്റെ യേശുപ്പം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ചോർന്നൊലിക്കുന്ന 10-60 വർഷം പഴക്കമുള്ള ചോർന്നൊലിക്കുന്ന ഭവനത്തിലാണ് ഞങ്ങൾ 4 പേര്, ഈ വരുന്ന ആൾക്കാരും ഒക്കെ പാർത്തത്. ഹല്ലേലൂയ. അവിടെ ഞങ്ങൾക്ക് കാല് നീട്ടി കിടക്കാൻ കഴിയാത്ത അവസ്ഥകള്, ചോർന്നൊലിച്ച അവസ്ഥകള്. ആമേൻ. ഞങ്ങൾക്ക് തളർന്ന് ഉറക്കം വരുമ്പോൾ അവസാനം പാത്രങ്ങളൊക്കെ ഞങ്ങളുടെ പുറത്ത് പറക്കി വെച്ച് ഞങ്ങള് കിടന്നിറങ്ങി ഒത്തിരി ദിവസങ്ങളുണ്ട്. അപ്പൊ ഞങ്ങളുടെ ജനം വരുന്നവരും കരയും, ഞങ്ങളും ദൈവത്തോട് പറയും, പ്രാർത്ഥിക്കും. പക്ഷെ എൻ്റെ ദൈവം ചെയ്ത അത്ഭുതം എന്തെന്നറിയാവോ? എൻ്റെ മക്കളെ 2 പേരെയും എൻ്റെ മരിച്ചുപോയ അന്ന് തിരികെ തന്ന എൻ്റെ മോന് ദൈവം നല്ല വിദ്യാഭ്യാസം കൊടുത്തു. അവന് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചു. അവനെന്ന് എൻ്റെ ദൈവം +2 കഴിഞ്ഞപ്പോൾ തന്നെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ദൈവം വിളിച്ചു. എങ്കിലും അവൻ അത് പഠിക്കുകയും ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിൻ്റെ കോള് കേട്ട് എന്നെ കർത്താവിന് വേണ്ടി ഇന്ന് ഒരു ഓർഗനിസ്റ്റായും വർഷിപ്പ് ലീഡറായും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ശക്തമായി എൻ്റെ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നു. മോള് BBA പാസ്സായി. ഈ ഇല്ലായ്മയിലും അവരെ യേശുവചനം പഠിപ്പിച്ചു. ഒരുപാട് പറയാനുണ്ട് ഞങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങള്. പക്ഷെ അവിടെ ഒന്നും തീരത്തില്ല. അത്രയേറെ പ്രതികൂലത്തിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അവിടെ എൻ്റെ കുഞ്ഞുങ്ങള്, ആമേൻ, ഞങ്ങള് അമ്മയോ പപ്പയോട് ഞങ്ങൾ കാണില്ല എൻ്റെ മക്കളെ അടുത്ത്. എങ്കിലും അവരാ ഒറ്റപ്പെടല്ല, അവരവരുടെ വളർന്നു. അവള് ഡിഗ്രി പാസ്സായി. ദൈവം അവൾക്കും 2019 നല്ലൊരു പാസ്റ്റർ, ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ദൈവവേല ജോലിയുള്ള ഒരാളെ ഞങ്ങൾക്ക് വേണ്ട, യേശുവിന്റെ വേല ചെയ്യുന്ന ഒരു പൈതലിനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ശക്തനായ ഒരു ദൈവദാസനെ ദൈവം ഞങ്ങൾക്ക് തന്നു. 2 കുഞ്ഞുങ്ങളെ ദൈവം അവർക്ക് കൊടുത്തു. 2 മക്കളും അവരെ സന്തോഷത്തോടെ യേശുവിന്റെ വേലയ്ക്ക് സമർപ്പിച്ചു. അവർ 4 പേര് യേശുവിന് വേണ്ടി ഇന്ന് ശക്തമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളും ഫുൾ ടൈം എൻ്റെ യേശുവിന് വേണ്ടി തന്നെയാണ് വേല ചെയ്യുന്നത്. ഈ ചോർന്നടിച്ച ഭവനം ദൈവം ഞങ്ങൾക്ക് വലിയൊരു മനോഹരമായൊരു ഭവനം എൻ്റെ യേശുവിന് വീണ്ടും ദൈവം ഞങ്ങളോട് സംസാരിച്ചു. അനുജ, ടെറസ് ഞങ്ങളുടെ വാർത്ത നിർത്തിയിരിക്കുന്ന ഒരു കെട്ടിടം എൻ്റെ ദൈവം കാണിച്ചു തന്നു. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ദൈവത്തോട് ഞങ്ങൾ എല്ലാവരും സഭയായിട്ട് പ്രാർത്ഥിച്ച് ഒരാൻറ്റി ഞങ്ങൾക്ക് 10 സെന്റ് സ്ഥലവും ഒരു കുഞ്ഞു വീടും ദൈവം ദാനമായിട്ട് ആൻറ്റിയിലൂടെ പ്രവർത്തിച്ചു തന്നു. ആ വീടും സ്ഥലവും കൊടുത്ത് ഞങ്ങളുടെ പഴയ വീട്, ചോർന്നൊലിക്കുന്ന പച്ചക്കട്ട വീടിനെ ഇടിച്ചു മാറ്റിയിട്ട് മനോഹരമായ 2000 സ്ക്വയർ ഫീറ്റിന് അകത്തുള്ള ഒരു മനോഹരമായ ഒരു ഭവനവും ഒരു മുകളിൽ സൗണ്ട് പ്രൂഫോട് കൂടെ ഒരു ചർച്ചും പണിത് ഞങ്ങൾ സന്തോഷത്തോടു കൂടെ ഇന്ന് ഒരു കൂട്ടം ആത്മാക്കളുമായിട്ട്, എന്ന് വെച്ചാൽ 10-15 വർഷങ്ങൾ കൊണ്ട് ഞങ്ങളൊപ്പം കണ്ണീരിലോടെ ഞങ്ങളുടെ ഒപ്പം നിന്ന് ഞങ്ങളുടെ സന്തോഷവും സങ്കടമൊക്കെ പങ്കുചേർന്ന ഒരു കൂട്ടം ദൈവമക്കള്, അവരുമെല്ലാം ഒരുമിച്ച് നിന്ന് ഞങ്ങൾക്കിന്ന് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും, വെറുതെ അല്ല, കുടുംബം, ചേട്ടൻ, ഞാന്, എൻ്റെ 2 മക്കളും, മോളുടെ ഹസ്ബൻഡ്, 2 കുഞ്ഞുമക്കള്, എല്ലാവരും ഞങ്ങൾ ഒരു ചർച്ചിലാണ് ഞങ്ങൾ ആരാധിക്കുന്നതിൽ പരം സന്തോഷം ഈ ലോകത്ത് ഒരാൾക്കും. ഞാൻ പറയാം പ്രിയമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ലോകത്ത് എന്തെങ്കിലും കഷ്ടമുണ്ടെങ്കിൽ, നഷ്ടം വന്നെങ്കിൽ, വേദന തന്നെങ്കിൽ, വിഷമം തന്നെങ്കിൽ, സങ്കടം തന്നെങ്കിൽ ഓർക്കുക, ഇതൊന്നും നശിക്കാനല്ല. നമ്മള് ക്രിസ്തുവിനെ വിട്ട് ഓടാനുമില്ല. കർത്താവ് പറഞ്ഞതുപോലെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണെന്ന്. കർത്താവ് ഞങ്ങളുടെ കരത്തിൽ തന്നത് നിത്യരാജ്യത്തിന്റെ വെളിപ്പാടാണ്. ഹല്ലേലൂയ. ആ നിത്യരാജ്യത്തിന്റെ വെളിപ്പാട് പ്രാപിച്ച്
അനേകരെ നിത്യരാജ്യത്തിന് വേണ്ടി പണിതെടുത്ത് ആ സ്വർഗീയ ദർശനത്തോടെ അനേക പ്രവാചകരും ആ ശുശ്രൂഷക്കാരൻ തന്നെയാണ് യേശുക്രിസ്തു തന്നിരിക്കുന്നത്. ഞങ്ങൾ എന്നും സന്തോഷത്തോടെ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നു. സന്തോഷത്തോടെ ഞങ്ങൾ കുടുംബമായിട്ട് എൻ്റെ യേശുക്രിസ്തു വേണ്ടി നിൽക്കാൻ ദൈവം കൃപ ഒരുക്കി. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച എൻ്റെ ദൈവത്തിന് എത്ര എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. അത്രയേറെ എൻ്റെ ദൈവം ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ അവസാനം ഞങ്ങളുടെ സൈക്കിൾ വരെ വിറ്റ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ ഒരു സൈക്കിളാണ് ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നത്. അതുവരെ വിറ്റ് ഞങ്ങളുടെ മക്കൾക്ക് ആഹാരം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ചെയ്യേണ്ടി വന്നു. ആ സ്ഥാനത്ത് ഇന്ന് 2 കാറ്, ഒരു ബുള്ളറ്റ്, ഒരു ബൈക്ക്, അങ്ങനെ 4 വണ്ടി ഞങ്ങൾക്ക്, പുതിയ വണ്ടി ഞങ്ങൾക്ക് സ്വർഗം തന്നു. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ ആലയത്തിൽ വിശ്വസ്തയോടെ നിന്ന് എല്ലാവരെയും യേശുക്രിസ്തു അനുഗ്രഹിച്ചു. നല്ല വീടുകളും വാഹനങ്ങളും ദൈവം കൊടുത്തവരെ മാനിച്ചു. ഹല്ലേലൂയ. ദൈവം സന്തോഷത്തോടെ ആയിരിക്കാൻ ദൈവം കൃപ ഒരുക്കി. അതുപോലെ തന്നെ ഹല്ലേലൂയ, സ്തോത്രം. ഇനിയും ആയിരിക്കുന്ന കാലങ്ങളവരെല്ലാം, എൻ്റെ ജീവനുള്ള നാളുകളെല്ലാം ഞങ്ങൾക്ക് കുടുംബമായിട്ട് എൻ്റെ യേശുവിനെ ഘോഷിക്കണമെന്നല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു ആഗ്രഹമില്ല. ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ദൈവം ഒരുക്കിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഈ സാക്ഷ്യം കേൾക്കുന്നു അനേകർ ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാകും. അനേകർ ദൈവത്തിൽ ആശ്രയിക്കും. ഒരിക്കലും കണ്ണുനീരോ വേദനയോ ഭാരമോ നിരാശയോ വന്ന ഇട്ടിട്ടോടെയല്ല, ദൈവം തരുന്ന നന്മകൾ അവസാനം വരെ ആസ്വദിച്ചുകൊണ്ട് ആയിരിക്കാൻ ദൈവം ഞങ്ങളെ എല്ലാവരെയും സഹായിക്കും. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ വനജ മോഹൻ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും കർത്താവിൻ്റെ ദാസിയോടുള്ളതായ നന്ദിയും സ്നേഹവും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം പറയണമെങ്കിൽ അത് ഒരു സുദിനം കൊണ്ട് ജീവിതത്തിൽ വന്ന അനുഭവങ്ങളല്ല. അത് ജീവിതത്തിൻ്റെ ആരംഭ ദിവസം മുതൽ ഇന്നേ വരെ ദൈവം നടത്തിയതായ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ദൈവസന്നിധിയിൽ അത് ദൈവമാണ്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്തതാണെന്നുള്ള ബോധ്യം വന്നു കഴിയുമ്പോഴാണ് അത് സാക്ഷ്യമായി പരിണമിക്കുന്നത്. അതല്ല ജീവിതത്തിൽ വന്ന സാധാരണ സംഭവങ്ങളാണെങ്കിൽ അതൊരിക്കലും അതൊരു സാക്ഷ്യമായി മാറുകയില്ല. പകരം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം തന്ന അനുഭവങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അത് ദോഷത്തിനായിട്ടല്ല, നന്മയ്ക്കായിട്ടാകുന്നു എൻ്റെ ജീവിതത്തിൽ അതൊക്കെ സംഭവിച്ചത് എന്ന് ബോധ്യം വരികയും അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി മറ്റുള്ളവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനും കർത്താവിനോട് അടുപ്പിക്കുന്നതിനും ദൈവനാമ മഹത്വത്തിന് വേണ്ടി അത് സാക്ഷ്യമായി പ്രസ്താവിക്കുവാൻ കഴിയും. പ്രിയ വനജ സിസ്റ്റർ ജീവിതത്തിൽ ചെറുപ്പം മുതൽ ഇങ്ങോട്ട് ഉണ്ടായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുകയുണ്ടായി. ഓരോ സന്ദർഭങ്ങളിലും ദൈവത്തിൻ്റെ മഹത്വം അതിൽ വെളിപ്പെട്ട ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ദൈവം ഒരു വ്യക്തിയെ ഇത്രയധികം സ്നേഹിക്കുന്നുവോ, ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരാളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു തിരഞ്ഞെടുപ്പാണ് ഓരോ വ്യക്തിയോടുള്ള ബന്ധത്തിലും ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരാളിനെ തിരഞ്ഞെടുത്തതുപോലെ അല്ല മറ്റൊരാളിനെ ദൈവം തനിക്കായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഒരാളിനെ ഏൽപ്പിച്ച ശുശ്രൂഷയല്ല മറ്റൊരാളിനെ ദൈവം ഭരമേൽപ്പിക്കുന്നത്. തികച്ചും വ്യത്യസ്തമായി. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാൾ ചെയ്യുന്നത് പോലൊരു ശുശ്രൂഷ നമുക്ക് മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല.
കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വ്യത്യസ്ത ശുശ്രൂഷകളാണ്. കാരണം ദൈവം തൻ്റെ മഹത്വം മറ്റൊരുത്തിന് വിട്ടുകൊടുക്കുന്നില്ല. അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്നത് പോലെ മറ്റൊരാൾ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ മഹത്വമൊന്നുമില്ല. തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങൾ തന്ന് വ്യത്യസ്തമായ പദ്ധതിക്ക് വേണ്ടി, കാര്യപരിപാടിക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുവനെ വിളിച്ചു വേർതിരിക്കുമ്പോൾ അതിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുകയും പിശാചിൻ്റെ കോട്ടകൾ തകർക്കപ്പെടുകയാണ്. ദൈവം ഓരോ വ്യക്തികളിലൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പിശാചിന് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. കാരണം പിശാച് മറ്റൊരാൾ ചെയ്യുന്ന കാര്യം അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും പിശാച് അതിനകത്ത് ആധിപത്യം പുലർത്തുകയും നമ്മൾ പരാജയപ്പെടുകയും ചെയ്യും. എന്നാൽ പിശാചിന് ഒരിക്കൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവം നമ്മളെ ഒരുക്കിയെടുത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തും. ആ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു, സിസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യശാസ്ത്രം കൈവിട്ടു, വൈദ്യന്മാർ, ഡോക്ടർമാർ കൈവിട്ടു, മരുന്നില്ല, ചികിത്സയില്ല. ഏറ്റവും അവസാനത്തെ ചികിത്സാ മാർഗമൊക്കെയാണ് ഈ വെന്റിലേറ്റർ എന്നൊക്കെ പറയുന്നത്. അവരും അവിടെ നിന്നും കൈവിടപ്പെട്ടപ്പോൾ അതിനും അപ്പുറത്തേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഒന്നുകൂടി പറഞ്ഞാൽ, മനുഷ്യന്റെ സങ്കല്പം എന്ന് പറയുന്നത് ചില സംവിധാനങ്ങൾക്കകത്ത്, ചില അറിവിനും ബുദ്ധിക്കും കഴിവിനും അകത്ത് ഒതുങ്ങി നിൽക്കുന്നതാകുമ്പോൾ അതിനപ്പുറത്തേക്ക് കർത്താവായ യേശു ക്രിസ്തു മാർത്തയോടും മറിയോടും പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അപ്പോൾ ആ സഹോദരിമാർ പറഞ്ഞത്, ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കുന്നത്? ഒടുക്കത്തെ പുനരുത്ഥാനത്തിങ്കൽ ഞങ്ങളുടെ സഹോദരന് എഴുന്നേറ്റ് വരും എന്ന്. കർത്താവ് പറഞ്ഞു, ആ ഒടുക്കത്തെ പുനരുത്ഥാനത്തിൻ്റെ ദിനം ഇന്ന് നീ വിശ്വസിച്ചാൽ ഇന്ന് നിന്റെ മുൻപിൽ അന്ന് സംഭവിക്കേണ്ടത് ഇന്ന് സംഭവിക്കും. അപ്പോൾ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ, നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ, എന്നെങ്കിലും സംഭവിക്കുവാൻ വേണ്ടിയിട്ടല്ല ദൈവപ്രവൃത്തി. നമ്മൾ വിശ്വസിക്കുന്ന മാത്രയിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലും അത് കാണുവാൻ, അക്ഷരാർത്ഥത്തിൽ അത് വെളിപ്പെട്ടു വരുന്നതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. പ്രിയ വനജാസിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരുപാട് ദൈവീയ ഇടപെടലുകളെ അനുഭവിക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അനേക പ്രിയപ്പെട്ടവർക്ക്, അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് ഈ സാക്ഷ്യം ഒരു പ്രചോദനമായി തീരട്ടെ. വനജ സിസ്റ്ററിന് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ദൈവീയ അനുഭവങ്ങൾ പോലെ ആയിരിക്കുകയില്ല അരോമ ടിവിയുടെ ശ്രോതാക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഒരാളിൻ്റെ കോപ്പി അടിച്ചല്ല, അല്ലെ അതുപോലെയല്ല എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വരുമ്പോൾ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഈ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരായിരുന്നാലും, പ്രിയമുള്ളവരെ, ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക, വിശ്വസിക്കുക. കർത്താവ് നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ, രോഗക്കിടക്കയിൽ, നിങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ കണ്ണുനീരൊഴുക്കുന്ന, ആരും അറിയാതെ ഇരുന്ന് ഞരങ്ങുന്ന വിഷയങ്ങളുടെ നടുവിൽ വൈദ്യശാസ്ത്രം വിധി എഴുതി ദിവസങ്ങൾ നിശ്ചയിച്ച വിഷയങ്ങളൊക്കെ മുമ്പിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വിശ്വാസക്കണ്ണാൽ കാണൂ. അത് സംഭവിക്കും. അതങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കൂ. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ദൈവപ്രവൃത്തി കാണാൻ കഴിയും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീർന്നു, ഒരു പ്രചോദനമായി തീരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കിടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുമായി പങ്കിട്ടാൽ ഞങ്ങളും ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അത് വാട്സപ്പിൽ വിവരം അറിയിച്ചാൽ മാത്രം മതി. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും കാരണത്താൽ വിവരങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കൂ, ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി മുന്നേറാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി
നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.